വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. അറിവിൻ മുത്തുകൾ വിസ്മയ കാഴ്ചകളാകും ഗ്യാലറിയിൽ. അറിയാൻ ദാഹിക്കുന്നവർക്കെല്ലാം തെളിനീരുറവകളായി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു നന്മയ്ക്കു വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള അവസരവും സന്ദർഭവും നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഈ മൈക്ക് പോയിന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാതങ്ങൾക്കകലെ ഇരുന്നു കൊണ്ട് യാത്രയിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഈ ഹാളിലും ഇതിൻ്റെ പരിസരത്തുള്ള ഇതേ കെട്ടിടത്തിലെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ നടക്കുന്ന ബഹുമാന്യ ഗുരുനാഥൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കേൾവികൾക്ക് മണ്ണും മനസ്സുമൊരുക്കുന്ന ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലൊരിത്തിരി ഭയത്തോടുകൂടെ, അതിലേറെ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടുകൂടെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനുള്ള നന്ദി അവൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ചില കാര്യങ്ങൾ, ചില സൂചനകൾ പല രീതിയിൽ സദസ്സിൻ്റെ പങ്കാളിത്തത്തിനും പ്രാതിനിധ്യത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു വിഷയത്തിൽ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഭംഗിയായി കാര്യങ്ങൾ പറയാനും അത് മനസ്സിലാക്കാനും അത് പകർത്താനും നടപ്പിൽ വരുത്താനുമൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് നൽകുമാറാകട്ടെ. ചരിത്രത്തിലെ അതുല്യനായ ഗുരുവര്യനായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
അക്കാദമിക രംഗത്തെ ഗവേഷണങ്ങളിലൂടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ സക്രിയമായ നടത്തിപ്പിനു വേണ്ടി മികച്ച അധ്യാപകർക്കുണ്ടാകേണ്ട യോഗ്യതകൾ ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിവരിച്ചത് പലതും ഒരു ട്രെയിനിങ് കോഴ്സിന് പോകാതെയും ഒരു ട്രെയിനറെയും സമീപിക്കാതെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകുകയും അദ്ദേഹം സ്വായത്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരാശി പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അഹ്ലുസുന്ന ആരാണ് എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് 1-ാം ക്ലാസ്സിലെ കുട്ടിയെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് അധ്യാപകൻ മെസ്സേജ് ഡെലിവറി ചെയ്യും പോലെ ചിത്രം വരച്ചുകൊണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയുന്ന സുപ്രസിദ്ധമായ ഹദീസുണ്ട്. ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ. പ്രവാചകൻ ഒരു നേർരേഖ വരച്ചു. ആ നേർരേഖയുടെ 2 ഭാഗത്തേക്കും വേറെയും കുറേ വരകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു. എന്നിട്ട് ഖുർആനിലെ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ എന്ന ഖുർആനിക വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു എന്നാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ഫത്തബിഉ, ആ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, വേറെ മാർഗങ്ങൾ പിൻപറ്റാൻ നിങ്ങൾ പോകരുത്. ഹദീസിൽ കാണാം, ഈ നേർരേഖയുടെ 2 ഭാഗത്തേക്കും പ്രവാചകൻ മാറ്റിവരച്ച വരകളെ ചൂണ്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, വഫീ കുല്ലി സബീലിൻ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. ഈ നേർരേഖയ്ക്ക് എതിരായി വരക്കപ്പെട്ട ഓരോ വരകളിലും പിശാച് കെണിവെച്ച് കാത്തിരിക്കുന്നുണ്ട്. ഫലാ തത്തബിഉസ് സുബുൽ, അതുകൊണ്ട് ആ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതാണ് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപദേശം, മാർഗദർശനം, വെളിച്ചം. നിങ്ങൾ സന്മാർഗത്തിൽ എത്തിച്ചേരാൻ, നിങ്ങൾ ഭയഭക്തിയുള്ള സമൂഹത്തിലെ മെമ്പർമാരാകാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. വളരെ ആത്മാർത്ഥമായ ഒരു പരിശോധനയ്ക്ക് ഈ സായം സന്ധ്യ സാക്ഷിയാവേണ്ടതുണ്ട്. ആ പരിശോധനയിലൂടെ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും അസുലുകൾ കണ്ടെത്തിയ, ഹിദായത്തിൻ്റെ ഏറ്റവും അസ്ലിയായ പല കാര്യങ്ങളും കണ്ടെത്തിയവരാണ് എൻ്റെ സദസ്സിലെ മഹാഭൂരിപക്ഷവും. എന്നാൽ ചിലരെങ്കിലും ആ ഏറ്റവും ആദ്യത്തെ വെളിച്ചവും ലഭിക്കാത്തവരുണ്ടാകും. എങ്ങനെയാണെങ്കിലും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സഞ്ചരിക്കുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച ആ നേർരേഖയിലൂടെയാണോ? ഞാൻ സഞ്ചരിക്കുന്നത് ദീനിൻ്റെ സർവമാന കാര്യങ്ങളിലും, ദീനിൻ്റെ സമ്പൂർണമായ എല്ലാ വിഷയങ്ങളിലും ഞാൻ സഞ്ചരിക്കുന്നത് മദീനയിലെ മണൽത്തരികളിൽ ചിത്രം വരച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നേർരേഖയിലാണോ എന്നത് ഗൗരവതരമായ അന്വേഷണത്തിന് നമ്മൾ ഓരോരുത്തരും വിധേയരാക്കേണ്ടതാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നിരന്തരം അത്തരം അന്വേഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വയം നടത്തിയിരുന്നു. അവരെ സംബന്ധിച്ച് വിലയിരുത്തിയിരുന്നു. അവരെ സംബന്ധിച്ച് പരസ്പരം ചർച്ച ചെയ്തിരുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട ആ സമൂഹം വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങനത്തെ ഒരു പരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ്. അവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈ നേർരേഖയിലൂടെ സഞ്ചരിച്ച് റബ്ബ് നിശ്ചയിച്ച സ്വർഗത്തിലെത്തുന്ന സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതകളും അവരുടെ വിശേഷണങ്ങളും അവരെ സംബന്ധിച്ച് വിലയിരുത്തപ്പെട്ട കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന പരിശോധന ഏറ്റവും പ്രസക്തമായി നമുക്ക് മാറുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ നടത്തിയ കുറേ പ്രവചനങ്ങളുണ്ട്. ഷാമിൽ പ്രത്യക്ഷപ്പെടുന്ന തീയിനെ സംബന്ധിച്ചും, ബുസ്രയിലെ ഒട്ടകത്തിൻ്റെ മുഖത്ത് വീഴുന്ന കണലിനെ സംബന്ധിച്ചും, പ്രത്യക്ഷപ്പെടുന്ന കണലിനെ സംബന്ധിച്ചും, ചന്ദ്രൻ 2ആയി പിളരുന്നതിനെ സംബന്ധിച്ചും, മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന മഹാമാരികളെ സംബന്ധിച്ചും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ചിലത് ആ റസൂലുള്ളാഹിയുടെ കാലത്തു തന്നെ പൂർത്തീകരിക്കപ്പെട്ടു. വേറെ ചിലത് അന്ന് പ്രവചനം നടക്കുകയും പിന്നീടത് ചരിത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
വേറെ ചിലത് ചരിത്രത്തിൽ ഇനി പുലരാനുള്ളതാണ്. ഈ ഗണത്തിൽ റസൂലുള്ളാഹി നടത്തിയ പ്രവചനമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ കക്ഷിത്വങ്ങളെ സംബന്ധിച്ചും പിളർപ്പിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ഹദീസ്. ഞാൻ പറയുന്ന ഈ ഹദീസ് ആദ്യമായിട്ടല്ല ആരും കേൾക്കുന്നത്. നമുക്കൊക്കെ ഉള്ള ഒരു തകരാറ്, സ്ഥിരം കേൾക്കുന്ന ആയത്തുകളും സ്ഥിരം കേൾക്കുന്ന ഹദീസുകളും സ്ഥിരം കേൾക്കുന്ന വചനങ്ങളും അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു സംഭവമായി പലപ്പോഴും മാറാറില്ല, അല്ലേ? ഒരേ ഒരു വിഷയം തന്നെ തുടർച്ചയായി 3 ആഴ്ച 3 ഖത്തീബുമാർ വന്ന് ഖുത്ബ നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ 3 ആഴ്ച ഒരേ വിഷയത്തിലാണ് ഖുത്ബ നടന്നത്. അതല്ലെങ്കിൽ അയാൾ പറഞ്ഞു തന്നെയാണ് പറയണത്. ചില ഖത്തീബുമാരൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പറയുന്നതാണ്, അയാളൊന്നും സുന്നത്തിനെ കുറിച്ച് തന്നെയാണ് പറയാ. എന്നിട്ട് സുന്നത്തിനെ കുറിച്ച് അയാൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു പുരോഗതി എന്താണ് സുന്നത്തിൻ്റെ കാര്യത്തിൽ? ഈ പരാതി പറയണ നിങ്ങൾക്കുണ്ടായ ഒരു പുരോഗതി എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിരന്തരം നമ്മൾ കേൾക്കുന്നതും സ്ഥിരം അറിയുന്നതുമായ കുറേ വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പോലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഗൗരവതരമായ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാർ 71 കക്ഷിയാകുന്നതിനെ സംബന്ധിച്ചും ക്രിസ്ത്യാനികൾ 72 കക്ഷിയാകുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ഉമ്മത്ത് കക്ഷിയാവുകയില്ല, പിളരുകയില്ല എന്നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം. എൻ്റെ ഉമ്മത്ത് എന്ന പരിഗണനയിൽ വരുന്ന, അഹ്ലുൽ ഖിബ്ല എന്ന പരിഗണനയിൽ വരുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തും പിളരും, 73 കക്ഷിയായി പിളരും. ആ 73 കക്ഷിയെ തിരിച്ചറിയാനുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ രേഖ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിന്റെ മുന്നിൽ വെച്ചു. തറക്തുക്കും അലൽ ബൈള, ഞാൻ നിങ്ങൾ ഒഴിവാക്കി പോകുന്നത് തെളിഞ്ഞ വഴിയിലാണ്. ലൈലുഹാ കനഹരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. എന്താ, ഞാൻ ഒഴിവായി പോകുന്ന വഴിയുടെ പ്രത്യേകത അതിൻ്റെ രാവ് പോലും പകലിനു സമാനമാണ്. അത്ര ക്ലാരിറ്റിയുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഒഴിവാക്കി പോകുന്ന വഴി. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? 73 കക്ഷികളിൽ നിന്ന് ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒറ്റ കക്ഷി മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ബാക്കി മുഴുവൻ നരകത്തിലാണ്. മാ അന അലൈഹി അൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏത് റൂട്ടിലൂടെ സഞ്ചരിക്കുന്നോ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യത്തിൽ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. തൗഹീദ്, ഞാൻ ജാറത്തിങ്ങൾ പോകുന്നില്ല അൽഹംദുലില്ലാ, ഞാൻ ഏലസ് കെട്ടുന്നില്ല അൽഹംദുലില്ലാ, ഞാൻ 5 വക്ത് നമസ്കാരവും നിർവഹിക്കുന്നുണ്ട് അൽഹംദുലില്ലാ, മിക്കവാറുമൊക്കെ ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട് അൽഹംദുലില്ലാ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കാറുണ്ട് അൽഹംദുലില്ലാ. ഇങ്ങനെ എണ്ണി പോകുന്നിടത്ത് എൻ്റെ സാമ്പത്തിക രംഗം നമ്മളോട് ചോദിക്കണം. എൻ്റെ സ്വഭാവം, പ്രകൃതം, ഇതിലും മാന അലൈഹി അൽ യൗമ വ സഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ആചരിച്ച രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലെ സമഗ്ര മേഖലകളിലും സർവമാന തലങ്ങളിലും പ്രവാചക തിരുമേനി തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് മണലിൽ വരച്ച് രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ കർമ്മമാർഗം, അഹ്ലുസുന്നയുടെ സഞ്ചാരമാർഗം, അഹ്ലുസുന്നയ്ക്ക് യാത്ര ചെയ്യാനുള്ള സുരക്ഷിത മാർഗം, സുരക്ഷിത സമൂഹം, ഫിർഖ നാജിയയ്ക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി അവിടെയാണോ നമ്മൾ എത്തിയത് എന്ന പരിശോധന ഏറ്റവും പ്രധാനമാണ്. ആ പരിശോധന കൃത്യമാകണമെങ്കിൽ 4-5 കാര്യങ്ങൾ നമ്മളുടെ അജണ്ടയിലും ചർച്ചയിലും ശ്രദ്ധയിലും ഓർമ്മയിലും ഉണ്ടാകണം. ഇതെവിടുന്ന് പരിശോധിക്കണം? എൻ്റെ സ്വഭാവം ക്ലിയർ ആണോ? എൻ്റെ സാമ്പത്തിക ഡീലിങ്സ് ക്ലിയർ ആണോ? ഞാൻ വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നു, വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു, എൻ്റെ വീടിനെ സംബന്ധിച്ച ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാണോ? വീടിൻ്റെ സ്ക്വയർ ഫീറ്റും വീടിൻ്റെ പ്ലാനും പദ്ധതിയും ഖുർആനിൽ ഉണ്ടാവുകയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിലൂടെ കടന്നു മുന്നോട്ട് പോകുമ്പോൾ ഫിർഖ നാജിയയിൽ, അഹ്ലുസുന്നയിൽ, സുരക്ഷിത വഴിയിൽ, സുരക്ഷിത പാതയിൽ അമ്പിയാക്കൾ സഞ്ചരിച്ചെത്തി അന്ത്യപ്രവാചകനിലൂടെ മാനവരാശി അറിയുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആ വഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചില ആയത്തിൻ്റെ അടുത്ത് നമ്മൾ അറിയാതെ പോസ് ചെയ്യും. മനസ്സിലായില്ലേ? അറിയാതെ ഓത്ത് നിൽക്കും, മെല്ലെ ഖുർആൻ മടക്കി വെക്കും, ഫോൺ എടുത്തിട്ട് എഞ്ചിനീയറെ വിളിച്ചിട്ട് പറയും, പിന്നെ 3500 സ്ക്വയർ ഫീറ്റിൻ്റെ ആ വീട് എനിക്ക് വേണ്ട, ഞാൻ ആ വീട് പൂർത്തീകരിക്കണമെങ്കിൽ പലിശക്ക് എടുക്കേണ്ടി വരും. പലിശക്ക് എടുക്കുന്ന ഒരാൾ, അയാളുമായി അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ ഓതിയ ആയത്തിലുള്ളത്.
അള്ളാഹുവിനെ നേരിടാനുള്ള വെപ്പൺസ് എൻ്റെ കയ്യിലില്ല, അള്ളാഹുവിനെ നേരിടാനുള്ള വെപ്പൺസ് എൻ്റെ കയ്യിലില്ല. ആ തിരിച്ചറിവില്ലെന്ന് നമ്മൾ എവിടെ എത്തുന്നറിയോ? ചെത്തിത്തേക്കാത്ത, സിമെന്റ് പാകാത്ത, ടൈൽസ് ഇടാത്ത തൻ്റെ വീട്ടിൽ പുൽപ്പായയിൽ കൂർത്തുമൂർത്ത കല്ലുകൾക്ക് മുകളിൽ സ്വന്തം പ്രിയതമയുമായുള്ള അന്തിയുറക്കങ്ങൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത മനോഹരമായി അലങ്കരിച്ച പതിഞ്ഞു കത്തുന്ന സീറോ ബൾബിന്റെ തെളിച്ചത്തിൽ സ്വന്തം ഇണയുമായുള്ള ഒത്തുചേരലിനെക്കാളും വലിയ ആനന്ദം ചെത്തിത്തേക്കാത്ത നിലത്തെ വിരിച്ചിട്ട പുൽപ്പായക്കു താഴെ കൂർത്തുമൂർത്ത കല്ലുകൾക്ക് മുകളിൽ അന്തിയുറങ്ങുമ്പോൾ നമുക്കുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നിലും അങ്ങനത്തെ ഒരു പരിശോധന. നാട്ടിൽ പോയിട്ട് അടുത്ത മെയിൽ എൻ്റെ കല്യാണമാണ്, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അഹ്ലുസുന്നയുടെ ലൈൻ എന്താണ്? അഹ്ലുസുന്നയുടെ ആളായി എനിക്ക് വിവാഹം കഴിക്കണം, അഹ്ലുസുന്നയുടെ ആളായി എനിക്ക് എൻ്റെ കുട്ടിയുടെ പ്രസവവും കാര്യമൊക്കെ നടക്കണം, അനന്തര ചടങ്ങുകൾ നടക്കണം. ഇത് നടക്കണമെങ്കിൽ വേണ്ടത് അഹ്ലുസുന്നയുടെ കർമ്മമാർഗവും അഹ്ലുസുന്നയുടെ രീതിയും അഹ്ലുസുന്നയുടെ റൂട്ടും അതിൻ്റെ പ്രത്യേകതയും പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങളോടുള്ള നമ്മുടെ ലൈൻ വളരെ ക്ലിയറായി നമുക്ക് പാലിക്കാൻ സാധിക്കണം. 4 കാര്യങ്ങളാണ് പ്രമാണങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് ജീവിതത്തെ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്. പ്രമാണം എന്ന് പറയുന്നത് വിവാദ വിഷയങ്ങൾക്കും തർക്ക വിഷയങ്ങൾക്കും സമൂഹത്തിൽ ബഹളങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കും മാത്രം നിശ്ചയിക്കപ്പെട്ടതല്ല. ജിന്നും ശൈത്താനും പിശാചും വരുമ്പോൾ പ്രമാണങ്ങൾ വേണം. എന്നാലോ ഭാര്യയോടുള്ള പെരുമാറ്റത്തിലും മക്കളെ വളർത്തുന്നതിലും അയൽപ്പക്ക ബന്ധത്തിലും പ്രമാണം വേണ്ട. ഇങ്ങനത്തെ ഒരു രീതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒന്നാമതുണ്ടാകേണ്ട തീരുമാനം, പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതുണ്ടാകേണ്ട തീരുമാനം, എൻ്റെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലേക്കും എനിക്ക് പ്രമാണം വേണമെന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. എന്താ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. അല്ലാഹുവിന്റെ മതത്തിൽ കീഴ്വണക്കത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ പാദങ്ങളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുവാണ്. നമ്മുടെ ഓഫീസിൽ നമുക്കൊരാൾ പണിയുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യും, അയാൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. എന്നാൽ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ, നിങ്ങൾ കാണാത്തിടത്തു നിന്നും അവൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ അവനുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട പിശാചിൽ നിന്ന് സുരക്ഷിതത്വം നേടാനുള്ള എന്ത് സെക്യൂരിറ്റിയാണ് ജീവിതത്തിൽ നിരന്തരം നമ്മൾ സുഹൃത്തുക്കളെ നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം കേൾക്കുക, ഈ വചനം മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ശ്രദ്ധിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തായിരുന്നു. ജീവിതത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച സ്വഹാബത്തിനെ തട്ടി ഉണർത്തി വിളിച്ചുകൊണ്ടാണ് നെറ്റിത്തടം വിയർത്തും ജിബ്രീലിന്റെ ആഗമനത്തിന് മറ്റൊരിക്കൽ കൂടി സാക്ഷിയായും നിൽക്കുന്ന പ്രവാചക തിരുമേനിയുടെ ചുണ്ടിൽ നിന്ന് മനുഷ്യചരിത്രം ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേട്ടവരിൽ ബിലാൽ ഉണ്ടായിട്ടുണ്ടാകും. എത്യോപ്യയിലെ ഒരു യുദ്ധത്തിന്റെ അവശിഷ്ടമായി വലിച്ചെറിയപ്പെട്ട് അവസാനം മക്കയിലെ അടിമകളെ വിൽക്കുന്ന കച്ചവട ചന്തയിൽ എത്തിപ്പെട്ട് ഉമയ്യത്തിന്റെ കിങ്കരന്മാരാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ആർത്ത് കരയുന്ന ആർത്ത് കരച്ചിലുകൾക്ക് ആകാശത്ത് വരെ പിളർത്താൻ ശക്തിയുണ്ടായിട്ടും തൻ്റെ വേദനകളെയും തൻ്റെ നൊമ്പരങ്ങളെയും ഉള്ളിലൊതുക്കി, ഞാൻ ആർത്തു കരഞ്ഞാൽ ഒരാൾക്ക് എൻ്റെ ആർപ്പ് വിളി കൊണ്ട് ഇസ്ലാം സ്വീകരണം തടസ്സമായാലോ എന്ന് ചിന്തിച്ച് തൻ്റെ എല്ലാ വേദനകളെയും തൻ്റെ എല്ലാ വിഷമങ്ങളെയും അഹദ് അഹദ്, അവൻ ഏകൻ തന്നെയാണ്, ലാത്തയെന്നും ഉസ്സയെന്നും എനിക്ക് ഉച്ചരിക്കാൻ കഴിയില്ല എന്ന ഉജ്ജ്വലമായ മാനസികാവസ്ഥ സ്വീകരിച്ച ആ ബിലാൽ റളിയല്ലാഹു അൻഹു അടങ്ങുന്നവരെയാണ് ഖുർആൻ ഈ വചനത്തിലൂടെ ആദ്യമായി പൂർണ്ണമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ലോകത്തെ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന പ്രബോധന സംരംഭങ്ങളുടെ ഗ്രഹപാഠം നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരല്പം പിന്നിലേക്ക് യാത്ര പോവുക. ആരുമില്ലാത്ത ഇന്റർനെറ്റിന്റെ മുന്നിൽ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിന്റെ മുന്നിൽ, യൂട്യൂബിലെ സെർച്ച് ബോക്സിന്റെ മുന്നിൽ, എൻ്റെ പേഴ്സണൽ മെസ്സേജുകൾക്കിടയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ മറ്റു ഘട്ടങ്ങളിൽ ഞാൻ എവിടെ എങ്ങനെ എന്ത് എന്നത് വിലയിരുത്തുമ്പോൾ മുന്നോട്ട് വരേണ്ടതുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. ഖുർആൻ വീണ്ടും ചോദിച്ചു, അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്
വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫഇൻ കാനൂ മിൻ ഖബലു ലഫീ ളലാലിൻ മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് നേരമായില്ലേ? എന്തിന് നേരമായില്ലേ? അള്ളാഹുവിൻ്റെ ഓർമ്മകളിലേക്കും ചിന്തകളിലേക്കും മടങ്ങാനും തിരുത്താനും ഒക്കെ നിങ്ങൾക്ക് സമയമായില്ലേ? വേദഗ്രന്ഥം ലഭിച്ച ഒരു സമൂഹത്തെ പോലെ ആവാതിരിക്കാനും നിങ്ങൾക്ക് സന്ദർഭമായില്ലേ? ഈ വചനം എപ്പോഴാണ് ഇറങ്ങുന്നത്? മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിലെ മാർക്കറ്റിൽ പോയി തുടങ്ങിയ സ്വഹാബത്ത്, കച്ചവടങ്ങളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയ സ്വഹാബത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണകളിൽ നിന്ന് അവരിത്തിരി പിന്നോട്ടു പോയി എന്ന് ചിന്തിച്ചപ്പോഴാ. മദീനയിൽ പുതിയ ജാറം പൊങ്ങിയപ്പോഴല്ല, മദീനയിലെ വിശ്വാസികൾ 2 ഗ്രൂപ്പായി തമ്മിൽ തല്ല് തുടങ്ങിയപ്പോഴല്ല, മദീനയിൽ പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ സുബഹിന്റെ സമയത്ത് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ AC ഇട്ട് സ്വസ്ഥമായി കടന്നുറങ്ങുന്നവർ നാട്ടിലുണ്ടായപ്പോഴല്ല, മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച ഓർമ്മകളും സ്മരണകളും മക്കത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ അതിൽ നിന്ന് ഇത്തിരി പിന്നോട്ട് പോന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത്, കർമ്മരംഗത്ത് ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ച ആ നേർരേഖയിലൂടെ പോകണമെങ്കിൽ പ്രമാണങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യമാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലക്കും വേണ്ട വിശദാംശങ്ങൾ നൽകപ്പെട്ട ഖുർആനും സുന്നത്തും അതിൽ നിന്ന് ഞാൻ സ്വീകരിക്കും എന്ന, അതിലെന്തു പറയുന്നു എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിലെങ്ങനെയാണ് ഏത് കാര്യത്തിനും കൃത്യമായ ഉത്തരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവരുടെ ചർച്ചകളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, ഇജ്തിഹാദുകളിലൂടെ രൂപീകരിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ കർമ്മ മേഖലകളും അല്ലാത്തതുമായ മേഖലകളിലൊക്കെയുള്ള വിശദാംശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണോ നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരൊന്ന് പരിശോധിക്കുക. ഞാനടക്കം ഈ പറഞ്ഞ ഞാനും നമ്മൾ ഓരോരുത്തരും എൻ്റെ വിഷയങ്ങളെ ഞാൻ എൻ്റെ ലൈന് സ്വീകരിക്കൽ ഖുർആനൊന്നും സുന്നത്തൊന്നും ആണോ? ഏത് കാര്യമാവട്ടെ, ഏത് വിഷയമാകട്ടെ, എൻ്റെ മോനെ കോഴ്സിന് ചേർത്തുന്ന കാര്യം അല്ലേ, കോഴ്സിന് ചേർത്തുമ്പോൾ അവിടെ 5 കൊല്ലം കോഴ്സ് കഴിയുന്നത് വരെ അവന് ജുമാ കിട്ടൂല എന്നാണെങ്കിൽ ഒരാൾക്ക് പിന്നെ അധികം ആലോചിക്കൊന്നും വേണ്ട, അവൻ ഫസ്റ്റ് റാങ്കാണ്. ഇവിടെ നിന്നാണെങ്കിൽ നേരിട്ട് പ്ലേസ്മെൻ്റ് ആണ്. സ്വർഗത്തിലെ പ്ലേസ്മെൻറ്റ് കളഞ്ഞിട്ട് എൻ്റെ മോന് അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് വേണ്ടെന്ന് സിമ്പിളായി അവൻ തീരുമാനിക്കും. അത് തീരുമാനിക്കണമെങ്കിൽ വിലയിരുത്തപ്പെടുന്ന പോയിന്റുകൾ പ്രധാനമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് പിന്നെ ഒരു ജോലി കിട്ടി, ഒരു ഉന്നതമായ ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി. അദ്ദേഹത്തെ കമ്പനി അദ്ദേഹം ജോലി ചെയ്യേണ്ട രാജ്യത്തേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം 2 ദിവസത്തെ ചിന്തക്കും ആലോചനക്കും വേണ്ടി സമയം ചോദിച്ചു. അദ്ദേഹം ചിന്തിച്ച് പറഞ്ഞ ഉത്തരം എന്തായിരുന്നു എന്നറിയോ? എനിക്ക് ജമാഅത്ത് നിസ്കാരങ്ങൾ കിട്ടൂല, ഞാൻ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം, അതുകൊണ്ട് എനിക്ക് ആ ജോബിന് വരാൻ പറ്റൂല. ആൻസർ അത്ര ക്ലിയറാ. നാട്ടിൽ കിട്ടുന്ന സാലറിൻ്റെ 10 ഇരട്ടി കിട്ടുന്ന സാലറി സിമ്പിളായി അയാൾ ഒഴിവാക്കി. നിങ്ങൾ വിചാരിക്കണ്ട അയാൾ പ്രൗഢമായ സാമ്പത്തികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെന്നൊന്നും. കമ്പനിക്കാരുടെ മേല് പോയി. കമ്പനി മാനേജർ അയാളെ വളരെ പ്രശംസിച്ചുകൊണ്ടും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും അയാൾക്ക് തിരിച്ചിങ്ങോട്ട് ലെറ്റർ അയച്ചു. നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് പള്ളി കിട്ടുന്ന, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പള്ളി കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറയണം. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഇട്ടുതരും, അവിടെ ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് പൂർണ്ണമായി അവലംബിച്ച് പോവുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് വഴി കാണിക്കുമെന്നതിൻ്റെ തെളിവാണിത്. എത്രയോ അനുഭവങ്ങൾ വ്യക്തിപരമായി നമുക്ക് ഇത്തരം രംഗങ്ങളിൽ പറയാൻ പറ്റും. റിസൈനിങ് ലെറ്റർ കൊടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സഹോദരൻ കുറേ കാലമായിട്ട് ജോലിയില്ലാതെ വളരെ വിഷമത്തിലാണ്. അപ്പോൾ സൗദിയിലേക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഹോട്ടൽ ഫീൽഡാണ്. എത്രയോ സാലറിയും പറഞ്ഞു, അത്ര സാലറി ഉണ്ട്, ഇപ്പം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പം ഞാൻ ദേവാരംഗത്തുള്ള നമ്മുടെ ഒരു പദ്ധതി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പറഞ്ഞു, 1ാമത്തെയും 3ാമത്തെയും ഒന്നും വേണ്ട, 5ാമത്തെ സാലറി അതിനായിക്കോട്ടെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഞാൻ പോണില്ല. അതെന്തേ? ഇത്ര വലിയ സാലറി ഉണ്ട്, ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, താടി വടിക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എന്നെ അവർക്ക് വലിയ ഇഷ്ടമായി. ഓൺലൈൻ ഇൻ്റർവ്യൂ തന്നെ എന്നെ വളരെ ഇഷ്ടമായി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാഴ്ച ആലോചനയ്ക്ക് സമയം തരാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഒരു നിമിഷം പോലും എനിക്ക് വേണ്ട, എൻ്റെ മുഖത്ത് താടി കളഞ്ഞിട്ടുള്ളൊരു ജോബ് എനിക്ക് ആവശ്യമില്ല, എനിക്ക് അള്ളാഹു ഇതിലേറെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ തരും. ആ തവക്കുൽ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം അറിയങ്ങൾ? ആ തവക്കുൽ പ്രമാണത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, വലാകില്ലി യത്മഇന്ന ഖൽബി, പടച്ചോനെ നമ്രൂദിന്റെ കൊട്ടാര മട്ടുപ്പാവിൽ കയറി ചെന്ന് നീയാണ് ഏകനായ പ്രാർത്ഥനക്കർഹനായ പടച്ചവൻ എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ വലാകില്ലി യത്മഇന്ന ഖൽബി, മരണപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു എന്നത് അറിയാൻ ഞാൻ കൊതിക്കുന്നത് എന്തുകൊണ്ട് മാത്രമെന്നറിയോ?
ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ഹൃദയത്തിനൊരു തൃപ്തി കിട്ടണം, ഏത് ക്രൈസിസിനെയും വെല്ലുവിളികളെയും അതിജീവിച്ച് പോകാനുള്ളൊരു കരുത്ത് എനിക്ക് കിട്ടണം എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാനവിടെ കൺക്ലൂഡ് ചെയ്യാണ്. രണ്ടാമത്തത്, തർക്കങ്ങളിലേക്ക് മുഴുവൻ മടക്കാനുള്ളത് പ്രമാണങ്ങളാണ് എന്നത് തന്നെയാണ്. സംഘടനയല്ല, പാർട്ടിയല്ല, കാരണവന്മാരല്ല, തറവാടല്ല. നമ്മളൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥയിൽ ഉള്ള ആളുകളാണ്. ഈ സദസ്സിനെ എൻ്റെ പ്രസംഗം ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ചെറിയൊരു ലെവലിൽ മാത്രമേ ഈ സദസ്സിൽ ആരായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തെന്നാണെങ്കിലും പറയാം, സമൂഹത്തിൽ ആളുകൾ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, കാരണവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ നരകത്തിൽ പോയിട്ടിപ്പോൾ ഞാൻ എങ്ങനെ? രണ്ട്, ഇന്ന ആളുകളൊക്കെ ഇങ്ങനെയല്ലേ, അവർക്കൊക്കെ തെറ്റ് പറ്റുമോ? മൂന്ന്, സംഘടന എങ്ങനെ തീരുമാനിച്ചതല്ലേ? നാല്, എന്താ ഞാൻ അങ്ങനെയൊക്കെ പോയാൽ എൻ്റെ വ്യക്തി ജീവിതത്തെയും കച്ചവടത്തെയൊക്കെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള കുറേ സംഗതികളിൽ നിന്നാണ് ആളുകൾ തീരുമാനമെടുക്കുന്നത്. പ്രവാചകൻ ചൂണ്ടാം വിരൽ കൊണ്ട് വരച്ചു കാണിച്ച നേർരേഖയിലൂടെ സഞ്ചരിച്ച് സുരക്ഷിത സമൂഹമായി ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആനന്ദത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കയറിക്കോളൂ എന്ന ആഹ്വാനത്തിന് കാതോർത്തുകൊണ്ട് ലക്ഷങ്ങൾ ആ സ്വർഗ കവാടങ്ങൾ കടക്കുമ്പോൾ, അതിലൊന്നാമനായി മുത്ത് റസൂലുള്ളാഹി കടക്കുമ്പോൾ, ആ ഒഴുകിയെത്തുന്ന ജനസഞ്ചയത്തിലെ ഒരു പ്രതിനിധിയാകണമെങ്കിൽ ഉള്ളിലെ ആ കൊതി, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ ഫലാ തുളാമൂന ഫീ റുയതിഹി, ആകാശത്ത് ജ്വലിച്ചുയർന്ന ഈ ഇരുണ്ട രാവിൽ പ്രശോഭിത പരത്തിയ പൗർണമിയെ, പൂർണ്ണചന്ദ്രികയെ കാണുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്ന ആ വചനത്തിന് സാക്ഷിയാവണമെങ്കിൽ, അതിലൊരു മെമ്പറാകണമെങ്കിൽ നമ്മൾ അതൊക്കെ തിരുത്തണം. കാരണവന്മാർ അവർ അങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ, സംഘടന അവരങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ, സമൂഹം അവരങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ, എൻ്റെ മോളുടെ കല്യാണത്തിന് പിന്നെ നിക്കാഹിൻ്റെ രജിസ്റ്ററും കൊണ്ട് മുഅദ്ദിനും ഉസ്താദും വന്നിട്ടില്ലെങ്കിലോ അതുകൊണ്ട് കല്യാണത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആകാം. എൻ്റെ പിന്നെ മോളെ കെട്ടിച്ച വീട്ടിൽ അവർ 3-ന്റെ അന്നും മരണത്തിൻ്റെ ശേഷമുള്ള 40-ന്റെ അന്നും ഒക്കെ നടക്കുന്ന ആചാരങ്ങളിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ മോൾക്ക് പ്രയാസമായാലോ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നതിന് പകരം തീരുമാനം ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വാതിഉർ റസൂല, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഖുർആൻ എന്നിട്ട് പോസ്റ്റ് സെമിക്കോളൻ വരച്ചു. മനുഷ്യ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എന്നിട്ട് പറയാ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും തർക്കമുണ്ടോ? വാപ്പ മരിക്കണിന്റെ 3-ന്റെ അന്ന് എന്ത് നടക്കണമെന്ന വിഷയത്തിൽ തർക്കമുണ്ടോ? അതല്ലെങ്കിൽ ഇസ്ലാമികമായ ആധുനികമായ ഒരു മസ്അലയിൽ തർക്കമുണ്ടോ? അതല്ലെങ്കിൽ വൈവാഹിക രംഗത്തൊരു മസ്അലയിൽ തർക്കമുണ്ടോ? സാമ്പത്തിക രംഗത്ത് പുതിയതായി തുടങ്ങുന്ന ഒരു ബിസിനസിനെ സംബന്ധിച്ച് സംശയമുണ്ടോ? നിങ്ങൾ മടക്കേണ്ടത് ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ദാലിക ഖൈറുൻ, അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ വിചാരിക്കുന്നു കുടുംബത്തെ തെറ്റിക്കാതിരിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ വിചാരിക്കുന്നു കോംപ്രമൈസ് ആകുന്നതാണ് നല്ലത്, പക്ഷേ ദാലിക ഖൈറുൻ, നിങ്ങൾക്ക് ഖൈർ പ്രമാണങ്ങളിലേക്ക് മടക്കിയ ഒരു സമീപനം സ്വീകരിക്കലാണ്. വഹ്സനു തഅ്വീല, അതിനെ നല്ല പര്യവസാനം ഉണ്ടാവുള്ളൂ, അതിനെ നല്ല പര്യവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാടിലേക്കാണ് പോകേണ്ടത്. ആ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നവരുടെ വിശേഷണം ഖുർആൻ പറയാ, വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിലേക്ക് ഇറക്കപ്പെട്ട പരമമായ സത്യങ്ങളെ സംബന്ധിച്ച് അവർ കേൾക്കുമ്പോൾ തറാ അഅ്യുനുഹും തഫീളു മിനദ് ദംഇ മിമ്മ അറഫു മിനൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും നബിയെ. കരഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും, ആനന്ദം കൊണ്ടും അതിലേറെ സങ്കടം കൊണ്ടും അതിലേറെ എന്തിനെന്നറിയാതെയും ഒക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് അല്ലേ? മിനി സ്ക്രീനിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സിനിമാ നടിയുടെ ഗ്ലിസറിൻ തേച്ച കരച്ചിലിൻ്റെ ഒപ്പം അറിയാതെ കണ്ണു നനഞ്ഞു പോയിട്ടുണ്ട്. അയാളുടെ ഡയലോഗിൻ്റെ കൂടെ കണ്ണു നനഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ നേരത്ത് തനിക്ക് നഷ്ടപ്പെട്ട പിതാവിൻ്റെ നിശ്ചലമായ മേനിക്ക് മുന്നിൽ നിന്ന് നമ്മൾ വിതുമ്പിയിട്ടുണ്ട്. കാത്തിരുന്ന പിഞ്ചോമന കൈത്തണ്ടയിലേക്ക് വന്നപ്പോൾ ജീവനില്ലാത്തൊരു കുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ പ്രസവവേദന സഹിച്ച് അതിൻ്റെ നീറ്റൽ മാറാതെ അവിടെ കിടക്കുന്ന എൻ്റെ പെണ്ണിത് അറിഞ്ഞിട്ടില്ലെന്നും ഞാൻ അവളെ എങ്ങനെ കൺവീൻസ് ചെയ്യുന്നും അറിയാതെ കരഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ
വാപ്പയെ, ഉമ്മയെ, ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും അപ്പുറത്ത് താൻ ആഗ്രഹിച്ച ടീം ഫൈനലിൽ പ്രവേശിക്കാതെ അവർ തിരിച്ചു കയറുന്നത് കണ്ടപ്പോൾ ആരെയും കാണാതെ മുഖം പൊത്തി കരഞ്ഞവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു മഹാസത്യത്തിൻ്റെ മുന്നിൽ, അത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ, അതെനിക്ക് കിട്ടിയല്ലോ എന്നതിൻ്റെ പേരിൽ, എനിക്ക് ഹക്ക് മനസ്സിലായല്ലോ എന്നതിൻ്റെ പേരിൽ ഇനി എനിക്കൊന്നും പ്രശ്നമല്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടെ കണ്ണീർ വാർത്തവർ സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? ഈ പോയിന്റ് പറയുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ ഇടയ്ക്കൊക്കെ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ ചേർത്ത് വെക്കാൻ തോന്നുന്ന ഒരു അനുഭവം എന്താ അറിയോ? സഹോദരി ജഫ്രിൻ ജോൺ ഇസ്ലാം സ്വീകരിച്ച നമ്മുടെ ഒരു പെൺകുട്ടിയാണ്, നമ്മുടെ ഒരു സഹോദരിയാണ്. അള്ളാഹു അവർക്ക് അവരുടെ ഹിദായത്തിന് കൂടുതൽ ശക്തി പകരുമാറാകട്ടെ. അവർ ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. ഞാനത് പറയുന്നില്ല, എൻ്റെ സംസാരം നീണ്ടുപോകും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഖുറാൻ ഡൗൺലോഡ് ചെയ്ത് അവർ ഖുറാൻ പഠനം തുടങ്ങി. ഈ ആയത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പറയാം, എൻ്റെ കണ്ണറിയാതെ നനയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ സെർച്ച് എഞ്ചിനോട് ഹൗ ക്യാൻ റിസീവ് എ പേഴ്സൺ ദ വേ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ വഴി ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്ന് ഞാൻ സെർച്ച് എഞ്ചിനോട് ചോദിച്ചു. എനിക്ക് സെർച്ച് എഞ്ചിൻ പറഞ്ഞു തന്നു, ഷഹാദത്ത് ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ഷഹാദത്ത് ചൊല്ലി, ഞാൻ ഇസ്ലാമിൽ പ്രവേശിച്ചു. അതിൻ്റെ ശേഷം അവരൊരു കത്ത് എഴുതി. അമ്മക്ക് എഴുതിയ കത്തിൻ്റെ ചുരുക്കം, അമ്മേ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുന്നിൽ കൈകൂപ്പി യേശു ക്രിസ്തുവോട് ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചു. ബൈബിൾ പരിചയപ്പെടുത്തി യേശു ക്രിസ്തു അല്ല യഥാർത്ഥ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അമ്മയെ ഞാൻ ക്ഷണിക്കുന്നു. അങ്കിൾ ചൊല്ലിത്തന്ന ഇംഗ്ലീഷിലെ കാവ്യങ്ങൾ മനോഹരമായി പലതവണ പാടി നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ ഞാൻ വിശുദ്ധമായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന ആശയ ചുരുക്കമുള്ള അവരുടെ കത്തിൻ്റെ വിശദാംശമാണ് എൻ്റെ പ്രിയപ്പെട്ട മമ്മിക്ക് എന്ന പുസ്തകം. ആരും ലഘുലേഖ കൊടുക്കാതെ ഒരു പെൺകുട്ടിക്ക് കിട്ടിയ വെളിച്ചാണിത്. ഖുർആൻ പഠിക്കാൻ മദ്രസാ തലം മുതൽ അവസരം കിട്ടിയ നമുക്ക് സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു മസ്അല, നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നൊരു മസ്അല ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഹദീസുകൾ കേട്ട എത്ര വിഷയങ്ങളിൽ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ട, ഇപ്പൊ താടിയുടെ വിഷയം എത്രയോ ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഉളഹിയത്തിന് വേണ്ടി നീട്ടി വളർത്തിയ താടി എത്രയും പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള തിരക്കിലായിരുന്നു നമ്മൾ, അല്ലേ? പലിശയെ സംബന്ധിച്ച് എത്രയോ ഹദീസ് കേട്ടിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ലോണല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അയാൾ അവസാനം. അതൊക്കെ പടച്ചവനാണ് പുറത്തോടുന്നാണ്. സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമായി ഇസ്ലാം പഠിപ്പിച്ച തിന്മ കോംപ്രമൈസ് ആവാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക്, എനിക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടി ഒരു ചിന്ത, എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രമാണങ്ങളുടെ കാര്യത്തിൽ സിറാത്ത് മുസ്തഖീമിലൂടെ പോകുന്ന ആൾക്ക് അയാളുടെ സത്യാന്വേഷണം ക്ലിയർ ആകണമെങ്കിൽ വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഖുർആനും സുന്നത്തും ഒരുപോലെ തെളിവാണ് എന്ന അഹ്ലുസുന്നയുടെ പ്രത്യേകതയും നിലപാടും അയാൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഖുർആനും സുന്നത്തും ഒരുപോലെ തെളിവാണ്, ഖുർആനും സുന്നത്തും ഒരുപോലെ പ്രമാണമാണ്, ഖുർആനും സുന്നത്തും ഒരുപോലെ രേഖയാണ്. ഖുർആനും സുന്നത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആന് കേവലം പാരായണം ചെയ്താൽ തന്നെ പുണ്യമുണ്ട്. പ്രയാസപ്പെട്ട് ഓതാനറിയാതെ വിക്കിയാണ് ഓതുന്നതെങ്കിൽ ഇരട്ടി പുണ്യമുണ്ട്, അയാൾക്ക് കൂടുതൽ പുണ്യമുണ്ട്, ഓരോ ഹർഫിനും പുണ്യമുണ്ട്. ഹദീസ് കേവല വായനക്ക് ഒരുപക്ഷെ പുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുർആനിൻ്റെ അക്ഷരങ്ങളും ആശയവും ആകാശത്ത് നിന്ന് റബ്ബ് എത്തിച്ചു കൊടുത്തതാണ്. ഹദീസിൻ്റെ വാചകങ്ങൾ പ്രവാചകനെ കൊണ്ട് പ്രത്യേകം സംസാരിപ്പിച്ചതും ആശയം റബ്ബ് കൊടുത്തതുമാണ്. ഹദീസിൽ ദുർബലമായതും ഹസനായതും സ്വഹീഹായതും ഒക്കെ ഉണ്ട്, ദരജകൾക്ക് വ്യത്യാസമുണ്ട്. ഖുർആനിലെ ആയത്തുകൾക്ക് ചില ഫലായിലുകൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രാമാണികതയിൽ എല്ലാറ്റിനും തുല്യമായ സ്ഥാനവും മഹത്വവും തന്നെയാണുള്ളത്. അതിലൊരു ദുർബലമായതുമില്ല. ദുർബലമായ ഹദീസുകൾ കണ്ടെത്താൻ ചരിത്രപരമായ അത്ഭുതകരമായ വഴി യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതും സാന്ദർഭികമായി മനസ്സിലാക്കുക. എന്നാൽ തെളിവാണ് എന്നതിൽ രണ്ടും തുല്യമാണ്. എന്താ? ഇത്തരം ആയത്തുകളെ ഹദീസുകളൊക്കെ, ഇനി ഞാൻ പറയുന്ന ആയത്തുകൾ ഹദീസുകളൊക്കെ അല്ലേ, ഇതൊക്കെ സൂറത്തുൽ ഫാത്തിഹ മനപ്പാടുള്ളതുപോലെ നമുക്ക് മനപ്പാടം ഉണ്ടാകേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, നമസ്കാരത്തിലെ ദിക്റുകൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയുമോ അതുപോലെ അറിയേണ്ടതാണ് ശരിക്ക്. എന്താ അറിയോ? ഒന്ന്, വൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, അങ്ങേക്ക് നാം ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു, അങ്ങേക്ക് നാം ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു. എന്തിന്? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്.
അവർ ഹിദായത്തിലെത്താൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം പോസ്റ്റ്മാൻ്റെ പണിയല്ല എന്നർത്ഥം. പോസ്റ്റ്മാൻ്റെ പണി എന്താ? അഡ്രസ്സിലുള്ള കത്ത് ബന്ധപ്പെട്ട കക്ഷിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കത്ത് വായിച്ച് വിശദീകരിച്ചു കൊടുക്കൽ പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടി അല്ല. റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തം ഈ മെസ്സേജ് എത്തിക്കലും ഇത് വിശദീകരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിശദീകരണം ആര് കൊടുക്കും? അവിടെയാണ് രണ്ടാമത്തെ ആയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. അപ്പോൾ അല്ലാഹ് തന്നെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഖുർആൻ എന്താന്ന് നമുക്കറിയാം. ആ ഖുർആൻ വിശദീകരിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്നും ഖുർആൻ പറഞ്ഞു. ആ വിശദീകരണമാണെങ്കിലോ പ്രവാചക തിരുമേനി സ്വന്തം ഉണ്ടാക്കുന്ന വിശദീകരണമല്ല, പിന്നെയോ അല്ലാഹ് തന്നെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തും അതിൻ്റെ വിശദീകരണവും രണ്ടും എവിടെ നിന്ന് വരുന്നു? ആകാശത്ത് നിന്ന് വരുന്നു. എങ്ങനെ? കൃത്യമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ രൂപം കാണാം. കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ഖുർആനും കൊണ്ടുവരുന്നത് പോലെ തന്നെ ജിബ്രീൽ ഹദീസും കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതുപോലത്തെ വേറെ ഒന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ എന്താണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നോ? അതാണ് ഹദീസ്. അതെങ്ങനെ കിട്ടിയതാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഒരു പോയിന്റിനെ നമ്മൾ ഇവിടുന്ന് വേർപ്പെടുത്തി മനസ്സിലാക്കുന്നു. അതെന്താ? ഖുർആനിന് പുറമേ പ്രവാചക തിരുമേനിക്ക് വഹി ഉണ്ടായിട്ടുണ്ട്, ദിവ്യബോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിന് പുറമേ ഉണ്ടായ ആ ദിവ്യബോധനങ്ങൾ അതാണ് ഹദീസ്. അതുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വാചകങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ചേരാത്തത് കൊണ്ടും നമ്മൾ നേരത്തെ കേൾക്കാത്തത് കൊണ്ടും നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ടും പരിഹസിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വഹീനെ നിഷേധിക്കലാണ്. ഇനി നമ്മൾ 3 പോയിന്റിലൂടെ ആ ഒരു തത്വം, ആ ഒരു ഖായിദ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതെന്താ? ഖുർആനിന് പുറമേ അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്, അതിന് ഉപയോഗിക്കാവുന്ന ഒരു തെളിവാണ് ഖുർആനിൻ്റെ ക്രോഡീകരണം. ഖുർആന്റെ ക്രോഡീകരണത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന അലൈന ജംഅഹു എന്നാണ്. ഇന്ന അലൈന ജംഅഹു. ഖുർആന്റെ ക്രോഡീകരണം അള്ളയാണ് നിർവഹിക്കുക. അപ്പോൾ ഒന്നാമത് ഫാത്തിഹയും, രണ്ടാമത് ബഖറയും, നാലാമത് നിസാവും, അഞ്ചാമത് മാഇദയും, 50ാമത് ഖാഫും, 57ാമത് ഹദീദും ഒക്കെ ആരാ നിശ്ചയിച്ചത്? 114ാമത്തത് ഇന്നതാകണം എന്ന് ആരാ നിശ്ചയിച്ചത്? സൂറത്ത് ബഖറയിലെ 186 വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ആകണമെന്ന് ആരാ നിശ്ചയിച്ചത്? ഇന്ന അലൈന ജംഅഹു. ഖുർആന്റെ ക്രോഡീകരണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏത് സൂറത്ത് എവിടെ വെക്കണം, എങ്ങനെ വേണമെന്നത്. ഇവിടെ എൻ്റെ സംശയം, ഖുർആനിന് പുറമെയുള്ള വഹയാണ് ഹദീസ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സമൂഹത്തോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ അറിയോ? വളരെ ക്ലിയറാ. എന്താ? വിശുദ്ധ ഖുർആനിൽ ഒന്നാമത് ഫാത്തിഹ വെക്കണം എന്നുള്ളത് എവിടെയുള്ളത്? എവിടെയില്ല. എങ്കിൽ ആ വഹി എവിടെ പോയി? ആ വഹി ഖുർആനിൽ ഇല്ലാത്ത വഹിയാണ്. അത് റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹിയാണ്. കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ജിബ്രീൽ ഖുർആനും കൊണ്ടുവന്നതുപോലെ സുന്നത്തും കൊണ്ടുവന്നിരുന്നു എന്ന ഗണത്തിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമത് ഒരു തെളിവെടുക്കുകയാണെങ്കിൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആദ്യഘട്ടത്തിൽ തിരിഞ്ഞ് നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. എന്തിന്? കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ. അപ്പോഴാണ് ആയത്ത് വരുന്നത്, വമാ ജഅൽനൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിന്റെ ആഗ്രഹം കൊണ്ട് നബിയെ അങ്ങ് ആകാശത്തേക്ക് കണ്ണുയർത്തി നിൽക്കുന്നത് ഞാൻ കാണുന്നു. നിസ്കരിച്ചോളൂ, കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ. ഇങ്ങനെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം തുടങ്ങിയപ്പോൾ വേറെ ഒരു ടോക്ക് അവിടെ രൂപപ്പെട്ടു. എന്താ അത്? ഇത്രയും കാലം അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിയാൻ പറയാണ്. അപ്പോൾ എൻ്റെ സംശയം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞോളൂ എന്നൊരായത്ത് ഖുർആനിലുണ്ടോ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞോളൂ എന്നൊരായത്ത് ഖുർആനിലുണ്ടോ? ഖുർആൻ മാത്രമേ വഹയുള്ളൂവെങ്കിൽ, അള്ളാഹു റസൂലുള്ളാഹിനോട് ഖുർആൻ മുഖേന മാത്രമേ സംസാരിച്ചിട്ടുള്ളൂവെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞോളൂ എന്ന ആയത്ത് ഖുർആനിൽ വേണം? ഇല്ല. എന്നാൽ പ്രവാചകൻ മക്കക്കാർ ചെയ്യുന്നത് കണ്ട്, ജൂതന്മാർ ചെയ്യുന്നത് കണ്ട് ചെയ്തതാണോ? അല്ല. വമാ ജഅൽനൽ ഖിബ്ലത അല്ലതി കുൻത അലൈഹാ. നബിയെ, അങ്ങുണ്ടായിരുന്ന ഖിബ്ലയിലേക്ക് അങ്ങയെ തിരിച്ചത് നാം തന്നെയാണ് എന്ന് പറഞ്ഞാൽ
അന്ന് അങ്ങനത്തെ ഒരു ഓർഡർ വന്നിരുന്നു. ഈ വിവാദം വന്നപ്പോൾ പടച്ചോനാ മറുപടി പറഞ്ഞ്, അന്ന് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞതും ഞാനാണ്, ഇന്ന് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞതും ഞാനാണ്. എന്തിനാ തിരിയാൻ പറഞ്ഞത്? വിശ്വാസികളെ ഒന്ന് നോക്കാനും പരിശോധിക്കാനും ആരൊക്കെയാണ് നിങ്ങളെ കൂടെ നിൽക്കുക എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് എന്നും ആയത്തിന്റെ ബാക്കിയിൽ കാണാം. അപ്പോൾ ഖുർആൻ മാത്രമല്ല വഹി, ഖുർആനിന്റെ പുറമെ വേറെയും വഹിയുണ്ട് എന്ന് വന്നു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാത്ത, മദീനയിൽ തന്നെ തങ്ങിയ ചില ആളുകളെ സംബന്ധിച്ച്, വിശേഷിച്ച് മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഖുൽ ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും വസയറല്ലാഹു അമലക്കും വറസൂലുഹു. എന്താ യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും? നിങ്ങൾ ചെന്നാൽ നിങ്ങളെടുത്തവർ വരും. യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിങ്ങൾ നശിച്ച് നാമാവശേഷമാകുമെന്ന് സ്വപ്നം കണ്ടവർ, വിജയിച്ചെത്തിയ നിങ്ങളുടെ മുന്നിൽ കുറ്റവിചാരണയെ ഫേസ് ചെയ്യാൻ പോകുന്നവർ, പിന്തിരിഞ്ഞതിൻ്റെ കാരണം പറയാൻ വരുന്നവർ നിങ്ങളെടുത്ത് വന്ന് പല കളവും പറയും, പല ന്യായങ്ങളും പറയും. നിങ്ങൾ അവരോട് പറയാ, നിങ്ങളെ പറ്റിയുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്, നബിക്ക് കിട്ടിയിട്ടുണ്ട്. നബിക്ക് വഹയിയായി ഖുർആൻ മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ എവിടെയാണ് ജൂതന്മാരെ സംബന്ധിച്ച ആ വിവരങ്ങൾ ഖുർആനിലുള്ളത്? അവർ വരാത്തതിൻ്റെ കാരണങ്ങൾ എവിടെയാണ് ഖുർആനിലുള്ളത്? ഖുർആനിൽ എവിടെയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ വഹയി കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു യുദ്ധത്തിൽ പ്രവാചകൻ സാധാരണഗതിയിൽ നിന്നുള്ളതിന് വിരുദ്ധമായി പ്രവാചകൻ ഈത്തപ്പന മരങ്ങൾ മുറിച്ചു നീക്കി. ശത്രുക്കളെ കോട്ടയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടിയായിരുന്നു. ശത്രുക്കൾ കോട്ടയിലേക്ക് പിൻവലിഞ്ഞു. മുസ്ലിം സമൂഹം മരുഭൂമിയിൽ ടെൻ്റടിച്ചു. കയ്യിലെ വെള്ളവും ഭക്ഷണമൊക്കെ തീരുമ്പോൾ കോട്ടവാതിൽ തുറന്ന് കടന്നാക്രമിക്കാമെന്ന് വിചാരിച്ചവർക്ക് ഒരു ചാൺ അപ്പുറത്തേക്ക് എറിഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത് ചെയ്തു? പ്രവാചക തിരുമേനി ഈത്തപ്പന മരങ്ങൾ മുറിക്കാൻ തുടങ്ങിയതോടുകൂടെ കോട്ടവാതിൽ തുറന്നവർ വന്നു. ഒരിക്കലും പ്ലാനഡ് അല്ലാത്ത അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധങ്ങളിൽ സ്വീകരിക്കുന്ന സ്ത്രീകളെ കൊല്ലരുത്, ഫലവൃക്ഷം നശിപ്പിക്കരുത് പോലുള്ള തത്വങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറിയെന്ന പുതിയൊരു പ്രപഗണ്ട അവർ പുറത്തുവിട്ടത്. അതിന് ഖുർആൻ കൊടുത്ത മറുപടി, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹാ ഖായിമത്തൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. എന്താ നബിയെ, അങ്ങൊരു ഈത്തപ്പന മരവും മുറിച്ചിട്ടില്ല, ഒന്നും മുറിക്കാതെ വിട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ ഓർഡർ ഇല്ലാതെ. ആ ഓർഡർ എവിടെ? ഖുർആൻ മാത്രമേ വഹയുള്ളൂവെങ്കിൽ, പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണെങ്കിൽ, വഹയായി വേറെ ഒന്നുമില്ലെങ്കിൽ എവിടെ ആ വിശദാംശങ്ങൾ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ നമ്മൾ വിശ്വസിക്കുന്നു ഖുർആൻ മാത്രമല്ല വഹയ്, ഹദീസും വഹയാണ്. ഖുർആൻ പോലെ തന്നെ ഹദീസും തെളിവാണ്. ഫഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമ അല്ലാഹ്. അതാണ് നമ്മുടെ അസ്ലി. റസൂലുള്ള ഒരു കാര്യം ഹറാമാക്കിയാൽ അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. അത് ഹദീസ് അല്ലേ എന്ന ഒരു ചോദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. അത് ഹദീസുകൾ വഹയുകളായി കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിദാനശാസ്ത്രം ഒരു അത്ഭുതമായി നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. സെർച്ച് എഞ്ചിനും ഗൂഗിളും എന്നു വേണ്ട ജീവിതത്തിന് വേഗത നൽകുന്ന ഒന്നുമില്ലാത്ത കാലത്തും ഓരോ റിപ്പോർട്ടർമാരുടെയും ജീവിതം അത്ഭുതകരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം എന്താ അറിയോ? പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകേണ്ട നിലപാട്. അപ്പോഴേ സത്യാന്വേഷണം ക്ലിയർ ആകുള്ളൂ. ഈ പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടത്, തെളിവുകളെ സ്വീകരിക്കേണ്ടത് സ്വന്തം ബുദ്ധിയുടെ വിലയിരുത്തലിൻ്റെയും ആലോചനയുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് മുൻഗാമികളുടെ ഒരു മാർഗമുണ്ട്, മൻഹജു സലഫുണ്ട്. ആ മൻഹജു സലഫിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് സലഫ്? നമുക്ക് അറിയാം അല്ലേ? വളരെ കൃത്യമായിട്ട് ഇതിൽ ആയത്തും ഹദീസൊക്കെ മനപ്പാടാക്കി ഒരു അടക്കവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടി പറയട്ടെ, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അവരാണ് മുൻഗാമികൾ. സ്വഹാബത്ത്, അൻസാറുകൾ, അതേപോലെ തന്നെ മുഹാജിറുകൾ, അവരെ പിൻപറ്റി വന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖൈറുന്നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. അവരാണ് നമ്മുടെ സലഫ് എന്ന് പറയുന്നത്. ആ സലഫും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ സലഫും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ സലഫും നമ്മളും തമ്മിലുള്ള ബന്ധം ആകാശത്തെ നക്ഷത്ര കോടികളും ആകാശവും തമ്മിലുള്ള ബന്ധമാണ്. ആ സലഫും നമ്മളും തമ്മിലുള്ള ബന്ധം പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബത്തും തമ്മിലുള്ള ബന്ധമാണ്. വൈകുന്ന ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്നവർക്ക് ആകാശത്തെ നക്ഷത്രം ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രസിദ്ധമായ വചനമുണ്ട്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ. ആകാശത്തെ നക്ഷത്ര കോടികൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ
ആകാശത്തിന് അല്ലാഹു നിശ്ചയിച്ച വിധി വരും, ആകാശം തകർന്നു വീഴും. വഅന അമനത്തുൽ യാ സ്വഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണ്. ഞാൻ വഫാത്തായാൽ എൻ്റെ സ്വഹാബത്തിനിടയിൽ നിശ്ചയിക്കപ്പെട്ടത് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതിൻ്റെ ശരിതെറ്റുകൾ അന്വേഷിക്കൽ അഹ്ലുസുന്നയുടെ ഒരു മെമ്പറുടെ നിലപാടല്ല. സ്വഹാബത്തിനു വേണ്ടി ന്യായങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ന്യായീകരണങ്ങൾ തേടുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള സമീപനം. ഇനിയോ റസൂലുള്ളാഹിന്റെ അടുത്ത വാചകാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അതെന്താ? വാ സ്വഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള സെക്യൂരിറ്റിയാണ്. അവരെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ എൻ്റെ സ്വഹാബത്തിന് എൻ്റെ ഉമ്മത്തിന് നിശ്ചയിച്ചത് വരും. അഥവാ നമ്മളൊരു വിഷയത്തിൽ സമീപനം സ്വീകരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ്, പ്രഥമ അഭിസംബോധിത സമൂഹം എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ഇടപെട്ടു എന്നത് കൃത്യമായി പരിശോധനാ വിധേയമാക്കേണ്ടതാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാള് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലേക്ക് ഇബാദത്തിന് അടിമത്തം എന്നർത്ഥം വെക്കുന്നു. നമുക്ക് ചോദിക്കാം, ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമില്ല. ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥം വെക്കുക വഴി ഇസ്ലാമിക സമൂഹം ജീവിക്കുന്ന നാടുകളിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമില്ലെങ്കിൽ അവർ മുസ്ലിങ്ങളല്ല എന്ന മസ്അലയിലേക്ക്, അതല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമില്ലാത്ത നാട്ടിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയാതിരിക്കുക വഴി മുസ്ലിം രാഷ്ട്ര നിർമ്മാണത്തിനു വേണ്ടി ആയുധമെടുക്കണമെന്ന പുതിയ സിദ്ധാന്തങ്ങളിലേക്ക് ചില ആളുകൾ വഴിമാറിയിട്ടുണ്ട്. എന്തേ പറ്റിയത്? ഇവിടുത്തെ ഇബാദത്തിനെ നമ്മുടെ മുൻഗാമികളെ വെച്ച് പരിശോധിച്ചില്ല. മുൻഗാമികൾ എങ്ങനെയാ? അടിമകളായവർ നെഞ്ചത്ത് കൈകെട്ടി ഈ ആയത്തോതിയിട്ടുണ്ട്. അപ്പോൾ അവർ ശിർക്ക് ചെയ്തുകൊണ്ട് ഈ ആയത്തോതി എന്നാണോ? പ്രവാചക തിരുമേനിക്ക് അടിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവാചക തിരുമേനി ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചു എന്നാണോ? സ്വഹാബികളിൽ പലരും അടിമകളായിരുന്നു. ആയിഷ ബീവിക്ക് അടിമകൾ ഉണ്ടായിട്ടുണ്ട്, സ്വഹാബത്തിന് അടിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു സത്യാന്വേഷി എന്ത് മനസ്സിലാക്കി? ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്ന പശ്ചാത്തലത്തിൽ കൊൽക്കത്തയിലെ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ മേജർ പട്ടണങ്ങളിലെ, പഴയ ഡൽഹിയിലെ മുസ്ലിം പ്രതാപങ്ങളുടെ അടയാളങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ മുസ്ലിങ്ങളെ ഈ ഒരു കർമ്മത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഭരണത്തെ വിശ്വാസവുമായി ചേർത്തെണ്ണാൻ വേണ്ടിയുള്ള ദുർവ്യാഖ്യാനമായിരുന്നു ഇത് എന്ന് മനസ്സിലായി. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുന്നൊരു വിശ്വാസിക്ക് ജാറത്തിങ്കൽ പോയി പ്രാർത്ഥിക്കാമെങ്കിൽ, ജാറത്തിങ്കൽ പോയി വിളിക്കാമെങ്കിൽ അത് സഹായതേട്ടം എന്ന ഗണത്തിൽ മാത്രമേ ഉൾപ്പെടുന്നു എന്ന വാദം ഇയ്യാക നഅ്ബുദു വെച്ച് പരിശോധിക്കാം നമുക്ക്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നെഞ്ചത്ത് കൈകെട്ടി മദീന പള്ളിയിൽ നിന്ന് നമസ്കരിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി, പേരറിയപ്പെട്ട ഒരു സ്വഹാബി, യാ ശൈഖ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചതുപോലത്തെ ഒരു വിളി നടത്തിയിരുന്നോ? അതല്ലെങ്കിൽ അത് ചൊല്ലിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നോ? നടത്തേണ്ട 2-3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. മിനയിൽ ചെന്നപ്പോൾ, അതല്ലെങ്കിൽ സഫാ മർവക്കിടയിൽ ചെന്നപ്പോൾ, മഖാമു ഇബ്രാഹിമിൽ ചെന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കണ്ണീരിന്റെ നനവും ത്യാഗത്തിന്റെ കിതപ്പുമുള്ള മഖാമു ഇബ്രാഹിമിൽ ചെന്ന് യാ ഇബ്രാഹിം നജ്ജിനി യാ ഇബ്രാഹിം ഖുദ് ബിയദി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സംശയമല്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയതലത്തിൽ അത് പെടും. അതില്ല. സഫയുടെയും മർവയുടെയും ഇടയിൽ ഇരുണ്ട രാത്രിയിൽ തന്റെ പിഞ്ചോമനയ്ക്ക് വേണ്ടി വെള്ളമന്വേഷിച്ച് കൂർത്തുമൂർത്ത കല്ലുകൾക്കിടയിലൂടെ ഓടിക്കിതച്ചു നടന്ന ഒരു വൃദ്ധമാതാവിന്റെ ചരിത്രങ്ങളെ അനുസ്മരിക്കുന്ന സഫയുടെയും മർവയുടെയും അടുത്തെത്തിയപ്പോൾ യാ ഹജറ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് വിരുദ്ധമാണ് ആ ആശയം. അവർ ഏലസ് കെട്ടിയിരുന്നെങ്കിൽ ഇയ്യാക നഅ്ബുദുവിൽ അത് ഉൾപ്പെടുത്താമായിരുന്നു. അപ്പോ ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും സുഹൃത്തുക്കളെ വിഷയം ക്ലിയർ ആണ്. അതല്ലെങ്കിൽ ഒരു ഔലിയപ്പാപ്പ നിസ്കരിക്കണില്ല, എന്തേ? അദ്ദേഹത്തിന് ആയത്താണ് തെളിവ്. എന്താ ആയത്ത്? വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീനാകും വരെ, ഉറപ്പ് വരും വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചോ. മൂപ്പർക്ക് വളരെ ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു ജസദ് ഇപ്പൊ മക്കത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കത്തുള്ള ജസദ് എന്തും നിസ്കാരവും നാട്ടിലുള്ള ജസദ് ഒന്നും ചോറ് വയ്ക്കലാണ് പണി എന്നുള്ള ഒരു ലൈനിലേക്ക് പോകുന്നിടത്ത് നമുക്ക് ചോദിക്കാം, ഈ ആയത്ത് ഓതി പഠിപ്പിച്ച മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും മദീന പള്ളിയിലേക്ക് 2 പേരുടെ തോളിൽ തൂങ്ങി
കാല് മണ്ണിൽ വലിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ ഉറപ്പായിട്ടില്ലേ? അപ്പോൾ അവിടുത്തെ അൽ യഖീനിന്റെ അർത്ഥം എന്താണ്? ആ അൽ യഖീനിന്റെ അർത്ഥം പറയേണ്ടത് ഭാഷാ ഡിക്ഷണറികളല്ല, മറിച്ച് ആ അൽ യഖീനിന്റെ അർത്ഥം പറയേണ്ടത് ഈ ആയത്ത് ആദ്യം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത മുൻഗാമികളാണ്. എന്താ അതിന്റെ അർത്ഥം? അൽ മൗത്ത്, മരണം വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണം. അല്ലെ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടായപ്പോൾ വ്യാപകമായി ചില മെസ്സേജ് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. എന്താ? വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നു, അത് തകരുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 9-ാമത്തെ സൂറത്ത് തൗബ, അതാണ് സെപ്റ്റംബർ മാസത്തിനുള്ള 9-ാം മാസം എന്നുള്ളതിനുള്ള കണക്ഷൻ. പിന്നെ 11 എന്നുള്ള ഡേറ്റ്, അതിന് 11-ാമത്തെ ജുസ്ഇലാണ് സൂറത്ത് തൗബ. പിന്നെ 110-ാമത്തെ ആയത്ത്, അതാണ് 110 ഫ്ലോറുകൾ എന്നതിനുള്ള തെളിവ്. അതിൽ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയണത്. അല്ലേ? അതോടുകൂടെ എന്താ? ഭയങ്കര ആവേശത്തില് നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയറിന്റെ ബട്ടൺ ഞെക്കുമ്പോൾ, ലൈക്കിന്റെ ബട്ടൺ ഞെക്കുമ്പോൾ, നിങ്ങൾ ദമാം സിറ്റിയിലെ 1,00,000 ലഘുലേഖ വിതരണം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു പണിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ആലോചിച്ചും ചിന്തിച്ചും മാത്രം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ബ്ലഡിൻ്റെ മെസ്സേജ് കിട്ടിയ വേഗം വിടും. ബ്ലഡിൻ്റെ മെസ്സേജ് നിങ്ങൾ വിടണോ, ആദ്യം നിങ്ങളെ നമ്പറിൽ വിളിച്ചു നോക്കുക, ബ്ലഡ് വേണോ, കൺഫേം ചെയ്യുക, എന്നിട്ട് വിടുക. അങ്ങനെ ഓരോന്നിലും ഒരു കാഴ്ചപ്പാട് നമ്മൾ പാലിക്കണം. ഒരാളെയും തെറ്റായൊരു മെസ്സേജ് കൊടുത്ത് വളരെ കുറ്റകരമാണ്. നമ്മളെല്ലാവരും ഈ രംഗത്ത് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, മുൻഗാമികളുടെ ഈ റൂട്ട് സ്വീകരിച്ചു കൊണ്ടുവേണം നമ്മൾ പോകാൻ. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ സിറാത്ത് മുസ്തഖീമിലൂടെ പോകുമ്പോൾ അവൻ്റെ വിശ്വാസത്തെ ബാധിക്കാവുന്ന 3 രോഗങ്ങൾ ഉണ്ട്. അതിലൊന്ന് കുഫ്റാണ്, 2 ശിർക്കാണ്, 3 നിഫാഖാണ്. ഈ 3 കാര്യങ്ങളും ബാധിക്കുന്നില്ല എന്നവൻ ഉറപ്പുവരുത്തണം. കുഫർ മൊത്തത്തിൽ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു നിൽക്കുന്ന ഇസ്ലാമിനെ നിഷേധിക്കുന്ന കുഫർ, അത് നമുക്കുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. നമ്മൾ വിഗ്രഹത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന പൊട്ടുതൊട്ട ഇസ്ലാം വിമർശനം നടത്തുന്ന ഒരാളല്ല. പക്ഷേ ഇസ്ലാമിൻ്റെ ചില ഭാഗങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകും. എന്താ? ആയത്തുകളെ ഹദീസുകളെയൊക്കെ പരിഹസിക്കുക. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ 1-2 തലങ്ങൾ പറയുമ്പോൾ റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കുകയില്ല ഫോട്ടോ ഉള്ളിടത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ ചോദ്യം തരും, അങ്ങനെയാണെങ്കിൽ ICUയിൽ കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ വെച്ചാൽ പോരെന്നാണ്. അല്ലേ? ഇപ്പം ആർക്ക് ഇട്ടിട്ടാ മറുപടി? അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, ദീന അള്ളാഹിനെ പഠിപ്പിക്കണേ അള്ളാഹിൻ്റെ ഉസ്താദാക്കളുടെ പരിപാടിയാണ്. അല്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ പഠിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് റഹ്മത്തിൻ്റെ മലക്ക് കിടക്കൂല എന്നാ. അവൻ്റെ ചക്രശ്വാസം എടുത്തു വലിച്ച് അവൻ്റെ റൂഹിനെ പറിച്ചെടുക്കാനുള്ള മലക്കിന് ഈ ഫോട്ടോ ഒരു തടസ്സമാകൂല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര തമാശയാക്കും, ചില വചനങ്ങളൊക്കെ വെറുതെ തമാശയാക്കും. അത് ഒരു തക്ഫീറിലേക്ക്, ഒരു കുഫറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഒരു നിഷേധത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിശദമായി ഞാൻ പറയുന്നില്ല. രണ്ടാമത്തത് ശിർക്കാണ്. ഷിർക്കുൽ അക്ബർ വരാം, ഷിർക്കുൽ അസ്ഗർ വരാം. ഷിർക്കുൽ അക്ബർ അത് മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല വരിക, ഏലസ് കെട്ടിയാൽ മാത്രമല്ല വരിക, അതല്ലെങ്കിൽ ഖുതുബിയത്ത് ചൊല്ലിയാൽ മാത്രമല്ല വരിക. തൗഹീദിന്റെ ആളായി ശിർക്ക് വരും. എങ്ങനെ? ഒരാൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖ് തൗഹീദിന്റെ പ്രസംഗമായിരിക്കുകയാണ് നടത്തുന്നുണ്ടാകുക, ഉള്ളിലുള്ള വിശ്വാസം എന്താ? ഒരിക്കൽ പോലും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഉള്ളിലുള്ള വിശ്വാസം മുഹീദ്ദീൻ ശൈഖ് എന്നെ കാണും, എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ശിർക്കായി. ശിർക്കിന്റെ ഒരു വാചകവും പറയണ്ട, ഖുതുബിയത്ത് ഓതണ്ട, ഒന്നും വേണ്ട. എന്താ പ്രശ്നം? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം. എങ്ങനെയും എപ്പോഴും എവിടെയും കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആർക്കുള്ളതാ? അള്ളാഹ്ക്കുള്ളതാ. അത് മുഹീദ്ദീൻ ശൈഖിനുള്ളതല്ല. അത് അള്ളാഹിന്റെ മാത്രം കഴിവാണ്, അഭൗതികമായ കഴിവാണ്. എന്താ അഭൗതികമായ കഴിവ് എന്ന് പറഞ്ഞാൽ? മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയാത്ത കാര്യം. തെങ്ങിലെ തേങ്ങ താഴെ ഇടുക എന്നത് നിങ്ങളുടെ കഴിവിൽപ്പെട്ടതാണ്. എന്നാലോ ആ തേങ്ങയെ മുളപ്പിച്ച് വീണ്ടും തെങ്ങാക്കുക എന്നത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള വിഷയമാണ്. അത് നമ്മുടെ കാരണത്തിലും നമ്മുടെ കാര്യത്തിലും പെട്ടതല്ല. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ കഴിവിൽപ്പെട്ടതാണ്. എന്നാലോ യൂട്രസിന്റെ ഭിത്തികളിൽ ആ ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന്
അണ്ടവുമായി കൂടിച്ചേർന്ന് അണ്ടവാഹിനി കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി ഒരു യാത്ര ആരംഭിക്കണം, ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജന്മമുണ്ടാകണമെന്നത് അള്ളാഹുവിന്റെ മാത്രം നിശ്ചയമാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അതിനെയാണ് നാം അഭൗതികമെന്ന് വിളിക്കുക. ആ കാര്യങ്ങൾ ജിന്നിനും മലക്കിനും കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസം ശിർക്കിലേക്കാണ് എത്തുന്നത്. അപ്പോൾ തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കുക, എന്നിട്ട് ജീവിതത്തിൽ ശിർക്ക് വരിക. ഇന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിൽ ഫാസിഖ്, അള്ളാഹു തെമ്മാടിയെ കൊണ്ടുപോലും ഈ ദീനിനെ ശക്തിപ്പെടുത്തുമെന്ന വാചകം പേടിയോടുകൂടെ നമ്മൾ ഓർക്കുക. യുദ്ധഭൂമിയിൽ ശക്തമായി സമരം നയിക്കുന്ന അയാളെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്ത് നല്ല ആവേശത്തോടു കൂടെ ചെയ്യുന്നു. റസൂൽ പറഞ്ഞു, ഇല്ല, അവൻ നരകത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാളിൻ തലക്കൽ വയറ് കുത്തിക്കയറ്റി, വയറ്റിൻ്റെ ഉള്ളിൽ കത്തി കുത്തിക്കയറ്റി അയാള് ആത്മഹത്യ ചെയ്തു. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നല്ല പ്രവർത്തകനാണ്, നല്ല പ്രബോധകനാണ്, നല്ല പണ്ഡിതനാണ്, നല്ല സംസാര വൈഭവമുള്ള ആളാണ്, നല്ല പ്ലാനിംഗ് വിദഗ്ധനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നയിക്കുന്നത് അദ്ദേഹമാണ് എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് ആരൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അപ്പോഴൊക്കെ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി പേടിക്കുക. ജീവിതത്തിന്റെ അന്ത്യമാണ് പ്രധാനം. ആ അന്ത്യം ഖൈറായ നിലക്കാക്കിത്തരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശിർക്കുൽ അക്ബർ നമ്മളെടുത്തേക്ക് വരും. കുറച്ചും കൂടി മുമ്പ് ശിർക്ക് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ സൂക്ഷ്മമായി വരും എന്ന് നമ്മളെ ഹദീസ് ഓതുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ജാറത്തിങ്ങൽ പോകുന്നവന് അവൻ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് അവൻ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അവൻ്റെ കഴിവിലേക്ക് ചേർത്തെണ്ണുന്നവരുടെയും കാര്യം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്കുണ്ടാകുന്ന നഷ്ടം പള്ളികൾ നഷ്ടപ്പെടുന്ന നഷ്ടമല്ല, നമുക്കുണ്ടാകുന്ന നഷ്ടം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ നഷ്ടമല്ല, നമുക്കുണ്ടാകുന്ന നഷ്ടം കെട്ടുബന്ധങ്ങൾ മുറിഞ്ഞുപോയതിൻ്റെ നഷ്ടമല്ല. തൗഹീദിനു വേണ്ടി ജീവിച്ചവർ, തൗഹീദിനു വേണ്ടി പ്രസംഗിക്കുന്നവർ ശിർക്കിലേക്ക് എത്തുന്ന നഷ്ടമാണ്. ശിർക്കരിക്കുന്ന വിശ്വാസം എന്ന പേരിൽ വിസ്ഡം ഗ്ലോബൽ TV എന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്കൊരു ഡിസ്ക് കാണാം. 8 or 9 വഴികളിലൂടെ ഇത്തരം നിലപാടുകളിലുള്ളവർക്ക് ശിർക്കിൻ്റെ വഴികളിലേക്ക് അവർ പോയതിൻ്റെ ഉദാഹരണങ്ങളാണ്. സാധിക്കുന്നവരൊക്കെ, സാധ്യമാകുന്നവർക്കൊക്കെ അതിൻ്റെ കോപ്പി എടുത്തു കൊടുക്കുക. നമുക്ക് പ്രബോധന രംഗത്ത് ഇനിയും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. നിഫാഖ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ പോലത്തെ മുനാഫിഖ് അല്ല നമ്മൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചു. പ്രവാചകന്റെ സൊഫിൽ നിൽക്കുകയും പ്രവാചകൻ ധരിച്ച വസ്ത്രം ധരിക്കുകയും ഇസ്ലാമിൻ്റെ വേഷം ധരിക്കുകയും ഇസ്ലാമിൻ്റെ ഭാഷ സ്വീകരിക്കുകയും എന്നിട്ട് അവസരം കിട്ടിയപ്പോഴൊക്കെ അവൻ ദ്രോഹിച്ചു, അവനും അവൻ്റെ ആളുകളും. അങ്ങാടി 1 മാസം സംസാരിച്ചു. പുണ്യപ്രവാചകന്റെ പ്രിയതമ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അങ്ങാടിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയെക്കുറിച്ച് ജനം അടക്കം പറയുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത ആ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ മയ്യിത്ത് നിസ്കരിക്കാൻ മുത്ത് റസൂലുള്ളാഹി ശ്രമിച്ച ചരിത്രം നമുക്കറിയാം, അല്ലേ? വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതമാകണമെന്ന മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതമാകണം. നമുക്ക് ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ബാക്കിയുള്ള എല്ലാ ബാബും കൊട്ടിയടക്കലല്ല, ബാക്കിയുള്ള രംഗത്തൊക്കെ ബന്ധങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വിഷയത്തിൽ വിയോജിക്കാൻ കഴിയണം. ഇരിക്കട്ടെ. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ പോലെ ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള കപടവേഷധാരി നമ്മളായിട്ടില്ല. പക്ഷേ പ്രവാചകൻ 5-6 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ ഹദ്ദസ കദബ വഇദാ ഉതുമിന ഖാന വഇദാ വഅദ ഖലഫ. വിശ്വസിച്ചാൽ വഞ്ചിക്കും, നാവെടുത്താൽ നുണ പറയും. ഇതൊക്കെ നമുക്കുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധനാ വിധേയമാക്കണം. ഒരിക്കലും ഞാൻ വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വരാമെന്ന് ഫോണിൽ പറയുന്നവർ, ഒരിക്കലും വിളിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വിളിക്കാമെന്ന് ഫോണിൽ പറയുന്നവർ, അവിടെ മുതൽ ആരംഭിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അടങ്ങുന്നവർക്കിടയിൽ ഈ രോഗം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹു അനുസ്മരിച്ചൊരു വാചകമുണ്ട്. എൻ്റെ അടുത്ത് ഉമർ വന്നു, എന്നിട്ട് പറഞ്ഞു, ലഖദ് സമ്മാ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാഅൽ മുനാഫിഖീൻ ഹൽ സമ്മാനി ഫീ ദാലിക്. അങ്ങേക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളെ ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, എൻ്റെ പേരെങ്ങാനും അതിലുണ്ടോ എന്നാണ്. ഞാൻ സ്വർഗത്തിൽ ഒരു ഖസർ കണ്ടു, അതിൻ്റെ അടുത്ത് ഇംറഅത്തുൻ തതവല്ലഉ വളുവെടുക്കുന്ന ഒരു പെൺകുട്ടിയെയും കണ്ടു. ലിമൻ ഹാദൽ ഖസർ, ആർക്കാണ് ഈ കൊട്ടാരം എന്ന് ചോദിച്ചപ്പോൾ അത് ഉമറിൻ്റെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞു എന്ന് പഠിപ്പിക്കപ്പെട്ട, സ്വർഗം കൊണ്ട് ഉറപ്പറിയിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ജീവിതത്തെ പരിശോധനാ വിധേയമാക്കിയത്. നേരത്തെ ഞാൻ പറഞ്ഞ ചൂണ്ടാമ്പരൽ കൊണ്ട് നീട്ടിവരച്ച നേർരേഖയിലൂടെ സഞ്ചരിക്കാനുള്ള കൊതിയും ജീവിത അവസാനം വരെ ആ മാർഗത്തിൽ തന്നെ നിൽക്കാനുള്ള ആഗ്രഹവുമാണ് ഈ പരിശോധനയ്ക്ക് പിന്നിൽ.
ഇബ്നു അബി മുലൈക്കയിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, റഅയ്തു ബിൽഅൻ വസലാസീന മിന സ്വഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. നിഫാഖിനെ പേടിക്കുന്ന 30-ൽ ചില്ലാനം സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിഫാഖിന്റെ അടയാളങ്ങളുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധനാ വിധേയമാക്കുക. വിശ്വാസരംഗത്ത് സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്നവർക്ക് വരാവുന്ന ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ ചില വ്യക്തമായ ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കയറ്റി വെക്കണം. കുട്ടി കരയാണ്, ആർത്ത് കരയുകയാണ്, കരച്ചിൽ നിർത്തുന്നില്ല, മരണത്തിന് അവൻ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെഡിസിനും ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് ക്ലിനിക്സും ഒക്കെ നടന്നു. അവസാനം ഒരാൾ പറയാ, ഇന്ന സ്ഥലത്ത് ഒരു ഉസ്താദുണ്ട്, അവിടെ പോയി ഒന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുകയില്ലെന്നത് പറയാൻ നമുക്കാർക്കും ഇപ്പം കഴിയൂല. ഒരു പ്രശ്നമില്ലാത്ത മോന് മാനസിക രോഗിയായി അവൻ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങാത്ത വീട്ടിലെ കുറ്റി നീങ്ങുന്നതും കാത്ത് അവൻ പുറത്ത് ചാടുന്നതും നോക്കി ഇരിക്കുന്ന മാതാപിതാക്കൾ, അള്ളാഹു അങ്ങനെയുള്ളവർക്കൊക്കെ രക്ഷയെയും മോചനത്തെയും നൽകുമാറാകട്ടെ. നമ്മെ അള്ളാഹു പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ആരോ ഒരാൾ വന്നിട്ട് ഈ തകിടൊന്നും ഇവിടെ എഴുതി കുഴിച്ചിട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല, എനിക്ക് വേണ്ടെന്ന് ഉറക്കെ പറയാൻ കഴിയണമെങ്കിൽ ചില തിരിച്ചറിവുകൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. എന്താ? വലഖദ് ഖലഖനൽ ഇൻസാൻ, ഞാനാണ് മനുഷ്യനെ പടച്ചത്. ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് അത്യത്ഭുതകരമായ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നിർവഹിച്ചവൻ ഞാനാണ്. അവന്റെ ഉള്ളിലെ സങ്കടം എനിക്കറിയാം. പിതാവിനെ ഐസിയുവിലിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന നിന്റെ മനോഗതം എനിക്കറിയാം. 17 കൊല്ലമായി തനിക്കൊരു കുഞ്ഞിക്കാല് പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തതിന്റെ നൊമ്പരങ്ങൾ ഹൃദയത്തിൽ അടക്കുന്നവന്റെ വേദന എനിക്കറിയാം. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹത്തിലേക്ക് എത്താത്തവന്റെ വേദന എനിക്കറിയാം. സാമ്പത്തികമായി കടക്കെണിയിൽ കുടുങ്ങി നാട് വിടേണ്ടി വന്ന ലോഡ്ജിൽ താമസിക്കുന്ന പഴയ മുതലാളിയുടെ മനോഗതം എനിക്കറിയാം. 16-കാരിയുടെ 18-കാരിയുടെ കല്യാണ സദസ്സിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന 40-കാരിയായ അവിവാഹിതയുടെ ദുഃഖം എനിക്കറിയാം. അവളുടെ പിതാവിന്റെ വിഷമങ്ങൾ എനിക്കറിയാം. ഞാനാണ് മനുഷ്യനെ പടച്ചത്. എന്നിട്ട് ഖുർആൻ പറയാ, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഹോസ്പിറ്റലിൽ രോഗിയായി കഴിയുന്ന മകന്റെ അടുത്ത്, ഭാര്യന്റെ അടുത്ത് തലയും താഴ്ത്തിയിരിക്കുന്ന നമ്മളെടുത്ത് ഒരാൾ വന്നിട്ട് കൈ തന്നിട്ട് പറയണേ, എന്തിനടോ നീ പേടിക്കണേ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? നിന്റെ അടുത്ത് പൈസ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷേതേൽക്കൊന്നും വേണ്ട. നിനക്ക് ധൈര്യമായിട്ട് ഈ നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിലെ പള്ളിയിലെ വരാന്തയിലെ ചുമന്ന ബക്കറ്റ് നിർവഹിക്കുന്ന ഒരു ദൗത്യമുണ്ട്. പിന്നെന്തിനാ നീ പേടിക്കണത്? ഞാനുണ്ടടാ നിന്റെ ഒപ്പം എന്ന് കൈ അമർത്തി പിടിച്ചു പറയുന്ന ഒരാൾ ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കാതിൽ അത് മുഴങ്ങും. ജീവിതം മുഴുവൻ അത് മുഴങ്ങും. എപ്പോഴും അത് മുഴങ്ങും. എന്തിനടാ നീ പേടിക്കണത്? ഞാനുണ്ട് നിന്റെ കൂടെ എന്ന വാചകം ആവർത്തിച്ച് സുഹൃത്തുക്കളെ കാതിൽ മുഴങ്ങും. ആ സപ്പോർട്ടിനേക്കാളും വലിയ സപ്പോർട്ടാണ് പടച്ചോൻ തരുന്നത്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയോളം അടുത്ത് ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും ഞാനുണ്ട്. പിന്നെ നീ എന്തിനാ പേടിക്കണേ? പിന്നെന്തിനാ നിനക്ക് നാഗൂര്? പിന്നെ എന്തിനാ നിനക്ക് അജ്മീർ? പിന്നെ എന്തിനാണ് നിനക്ക് മുത്തുപ്പേട്ട? പിന്നെ എന്തിനാണ് നിനക്ക് ശേഖന്മാര് എന്ന തിരിച്ചറിവ്? ഇങ്ങനെ ഖുർആനിലെ ചില ജീവഗന്ധിയായ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കണം. അമലിന്റെ രംഗത്ത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാവുന്ന ഘടകമാണ് ബിദ്അത്തുകൾ. ബിദ്അത്തുകൾ നമുക്ക് ഹൗദുൽ കൗസറിലെ പുണ്യ ജലം നഷ്ടപ്പെടുത്തുന്ന തിന്മയാണ്. ഫസ്ഹുഖൻ ഫസ്ഹുഖൻ ലിമൻ ബദ്ദല ബഅദി. എനിക്ക് ശേഷം ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവരെ പോയെന്ന് പറഞ്ഞ് പ്രവാചകൻ ആട്ടിയോടിക്കുന്ന അത്തരം ആളുകളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ പറയുന്നുണ്ട്, ഉസൈഹാബി അവരെന്റെ പ്രിയപ്പെട്ട സ്വഹാബത്താണ്, അവരെന്റെ പ്രിയപ്പെട്ട ആളുകളാണ്. അള്ളാഹ് കൊടുക്കുന്ന ഉത്തരം എന്താ? അല്ല, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക്. നിനക്ക് ശേഷം ദീനിൽ അവർ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി. നല്ലോണം പേടിക്കണം. കുടുംബ ബന്ധത്തിൽ പരിക്കേൽക്കാതിരിക്കാൻ നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ പള്ളികളിൽ നിന്ന്, ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിന്ന് ഈ ഹിദായത്ത് ഉൾക്കൊള്ളും. ഇത് നാട്ടിൽ പോയാൽ മൂടി വെക്കുന്നവരാണ് പലരും. അതല്ലെങ്കിൽ മിണ്ടാത്തവരാണ് പലരും. നാട്ടിൽ ജീവിതം തുടങ്ങിയാൽ അതുമായി ലയിച്ചു ചേരുന്നവരാണ് പലരും. പലതിലും കോംപ്രമൈസ് ചെയ്യണ മാനസികാവസ്ഥ ഉണ്ടാകുക. ഹൗദുൽ കൗസറിലെ വെള്ളം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടുന്ന തെറ്റാണ് ബിദ്അത്ത് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമൊക്കെ ബിദ്അത്തുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം അഹ്ലുസുന്നയുടെ
മെമ്പർക്കുണ്ടാകേണ്ട യോഗ്യതയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. അള്ളാഹുവിനെ കൊണ്ട് റസൂലിനെ കൊണ്ട് പറയിപ്പിക്കാണ്, അള്ളാഹു പറയിപ്പിക്കാണ്. ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോട് കൂടെ ഈ വഴിയിലേക്ക് ക്ഷണിക്കുന്നു. അന, ഞാൻ, വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്നവർ, അന്ത്യദിനം വരെ എന്നെ പിൻപറ്റുന്നവരുടെ യോഗ്യതയാണ് എൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കൽ. സുരേഷിനെയും ഗോപിയെയും രാമനെയും റഫീഖിനെയും മുഹമ്മദിനെയും അബൂബക്കറിനെയും മുസ്തഫയെയും ക്ഷണിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പല തെറ്റുകളിൽ ജീവിക്കുന്നവരെ തിരുത്തേണ്ടതുണ്ട്. അല്ലേ? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം. നിങ്ങളുടെ പ്രത്യേകത എന്താ? നിങ്ങളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ആരാണ് ഈ ജനങ്ങൾ? ആരാണ് ഈ ജനങ്ങൾ? മമ്പുറം ജാറത്തിന്റെ അരികിൽ പ്രതീക്ഷകളുടെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കാത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ, അവരാണ് ഈ അന്നാസ്. നോക്കൂ നിങ്ങൾ, ഏലസും ഐക്കല്ലും കെട്ടുന്ന ജനസമൂഹം, അവരാണ് ഈ അന്നാസ്. അതല്ലെങ്കിൽ യൂട്രസിന്റെ ഭിത്തിയിൽ വളരുന്ന തന്റെ പിഞ്ചോമനയെ പല കാരണങ്ങൾ പറഞ്ഞ് അബോർഷൻ എന്ന് പേരിട്ട് കഷ്ണം കഷ്ണമായി പുറത്തേക്ക് തള്ളുന്നവർ, അവരാണ് ഈ അന്നാസ്. അതല്ലെങ്കിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ക്യൂവിൽ മദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവരാണ് ഈ അന്നാസ്. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്. നിങ്ങൾ അവരെ ക്ഷണിക്കണം, നിങ്ങൾ അവരെ വിളിക്കണം, നിങ്ങൾ അവർക്ക് ഹിദായത്ത് കൊടുക്കണം, ഹിദായത്തിന് വേണ്ടി ശ്രമിക്കണം, കാരണക്കാരാകണം എന്ന ഖുർആനിന്റെ ആഹ്വാനം. അതുണ്ടെങ്കിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്, അള്ളാഹുവിന്റെ റസൂൽ കാണിച്ച വഴി സാക്ഷാത്കരിച്ച് സാക്ഷീകരിച്ച് പോകണം. നമ്മൾ ആലോചിക്കുക, 17 കോടി ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്. 17 കോടി ഇന്ത്യൻ മുസ്ലിങ്ങളിൽ എത്ര മുസ്ലിങ്ങൾ തൊട്ടയൽവാസിയോട് ഈ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ വളരെ ശക്തമായ പ്രബോധന പ്രക്രിയകൾ നടക്കുകയാണ്. ഓൺലൈൻ വഴിയും അല്ലാതെയും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1,17,00,000 വീടുകൾ പൂർത്തീകരിക്കണമെന്ന അജണ്ട നമ്മുടെ സഹപ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു ബാധ്യത അൽഹംദുലില്ലാ ഭംഗിയായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ഡോർ ടു ഡോർ ദഅവയുമായി ബന്ധപ്പെട്ട ക്യാമ്പിലേക്ക് ചെന്നാൽ, പണ്ട് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കഅബാലയത്തിൻ്റെ ഖില്ല പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കേരളത്തിലെ എല്ലാ വീടുകളിലും ഈ ദഅവ എത്തിയിരുന്നെങ്കിൽ എന്ന്. ആ ഉത്തരവാദിത്വം അൽഹംദുലില്ലാ ആവേശത്തോടെ നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വഹാബികൾക്കിടയിൽ കാണുന്ന കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്ന പല കാഴ്ചകളാണ് സുഹൃത്തുക്കളെ സദസ്സുകളിലൊക്കെ പലപ്പോഴും കാണാറുള്ളത്. പെരിന്തൽമണ്ണയിൽ ഡോർ ടു ഡോറിൽ പങ്കെടുക്കാൻ വന്നൊരു സഹോദരൻ, എനിക്ക് വ്യക്തിപരമായി അറിയുന്നൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ യന്ത്രക്കൈയും കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചെറിയൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. യന്ത്രക്കൈയും കൊണ്ടാണ് വന്നത്. ഹോളോ ബ്രിക്സിൻ്റെ മെഷീനിൻ്റെ ഉള്ളിൽ കുടുങ്ങി കൈ തകർന്നു പോയി. 1 മിനിറ്റിൽ 4 ബ്രിക്സ് ഉണ്ടാക്കുന്ന മെഷീനിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയുള്ള സ്ഥിതി പറയണ്ടല്ലോ. മുറിച്ച് നീക്കി കൈ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് മുറിച്ച് നീക്കി. രാവിലെ താൻ ചായ കുടിച്ച കൈ, തൻ്റെ പ്രിയതമയെ അവരുടെ ഉപ്പയുടെ അരികിൽ നിന്നും ഏറ്റെടുത്ത നിക്കാഹിൻ്റെ ആദ്യ നിമിഷം ഏറ്റെടുത്ത കൈ, തൻ്റെ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങുന്ന കൈ വൈകുന്നേരം ലക്കിപ്പെട്ടിയിലാക്കി ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. പക്ഷെ അയാൾ തോറ്റില്ല. അയാളെ സദസ്സിൽ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തോൽക്കാൻ പാടില്ല. അയാളെ നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ചാർജർ വേണ്ടി വരും, മൊബൈലിൻ്റെ സാംസങ് ചാർജർ വേണ്ടി വരും. അയാൾക്ക് അയാളുടെ യന്ത്രക്കൈ ചാർജ് ചെയ്യാനുള്ള ചാർജർ കൂടി വേണം. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആ കറണ്ട് ഇല്ലാതെ പോയാൽ, ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കൈ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ബാഗിൽ അത് അയാളുടെ കൂടെ സൂക്ഷിക്കും, അല്ലേ? ഈ കൈയൊക്കെ അഴിച്ചു വെച്ച് പെരിന്തൽമണ്ണ പള്ളിയുടെ മുകളിൽ അയാൾ ഉറങ്ങുന്നത് നമ്മൾ മനസ്സിൽ കാണുക. ക്യാമ്പുകൾക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും വരാത്ത പല സുഹൃത്തുക്കളും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തടസ്സമാണ് പറഞ്ഞത്, അല്ലേ? ഇതേ എത്രയോ സൗകര്യമുള്ള ആളുകൾ സ്വന്തം ഭാര്യയുടെ കൂടെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അയാൾ പരിമിതികളെ അതിജീവിച്ച് കിടക്കുകയാണ്. രാവിലെ അയാൾക്ക് നിശ്ചയിച്ചു കൊടുത്ത 100 വീടുകളിലേക്ക് അയാളും അയാളുടെ കൂടെയുള്ള ആളും പോവാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, മുച്ചക്ര വാഹനത്തിൽ കാലില്ലാത്ത ആൾ നടത്തുന്ന ദഅവയെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലില്ലാത്ത ആൾക്ക് വരാമെങ്കിൽ കയ്യിലുള്ള ഞാൻ പോകാതിരിക്കണത് ശരിയല്ലല്ലോ എന്നാണ്. അങ്ങനെയാണ് 50,000
60,000 വീട് പൂർത്തീകരിക്കുന്നത്. ഓരോ 50,000-ൻ്റെയും ഓരോ 10,000-ൻ്റെയും പിന്നിൽ സന്ദേശമെത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ആളുകളുണ്ട്. സംസാര വൈഭവമില്ലാത്തവർ വരട്ടെ, അവർ പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംസാര വൈഭവമില്ലാത്തവരും വന്നിട്ടുണ്ട്. കൂടെ പോകലാണ് അവരുടെ ദൗത്യം. അങ്ങനത്തെ ഒരു വലിയ ദൗത്യം അൽഹംദുലില്ലാ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജയിലുകളിൽ കഴിയുന്നവർക്കുള്ള ജയിൽ ദഅവ, ഫിലിം ആർട്ടിസ്റ്റുകൾക്കുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്കുള്ള അവർക്ക് മെസ്സേജ് എത്തിക്കൽ ഒക്കെ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിതരണം ചെയ്യാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ ലഘുലേഖ ആദ്യമായി കൊണ്ടുപോയി കൊടുത്തത് ബഹുമാനനായ പാണക്കാട്ട് തങ്ങൾക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി ലഘുലേഖ കൊടുത്തതിലൂടെ ഒരു വലിയ ബാധ്യതയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക ദഅവ വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതമാക്കിക്കൊണ്ട് എങ്ങനെ നിർവഹിക്കാമെന്നത്, ബഹളങ്ങളില്ലാത്ത സമാധാന സമ്പൂർണമായ വിമർശനങ്ങൾ എങ്ങനെ നടത്താമെന്നത് നമ്മുടെ നേതൃത്വത്തിന് അൽഹംദുലില്ലാ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മുഴുവൻ മദ്യപാനികളെയും കാണുക എന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ നാട്ടിലും ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ ശാഖയിൽ അവിടുത്തെ മദ്യപാനികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. എന്തേ, ഫുട്പാത്തിൽ വെള്ളമടിച്ച് കിടക്കുന്ന അവനുമുണ്ട് ഒരു മോചനത്തിൻ്റെ മനസ്സ്. ആ മോചനത്തിൻ്റെ മനസ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്കേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ന്യൂ ഹോപ്പ് എന്ന പേരിൽ മൗലാന ഹോസ്പിറ്റൽ MD ബഹുമാനായ റഷീദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലവും ദീർഘായുസ്സും ഇഖ്ലാസും നൽകുമാറാകട്ടെ. അദ്ദേഹം ആരംഭിച്ച ഒരു സംരംഭമാണ് ന്യൂ ഹോപ്പ്. നമുക്കവിടെ തുറന്നു തന്നിരിക്കുകയാണ്. 21 ദിവസത്തെ കോഴ്സ് കൊടുക്കുന്ന സംരംഭം. അവിടെ സംസാരിച്ചൊരു സുഹൃത്തിൻ്റെ സംഭാഷണം ഞാൻ കേട്ടു. 108 ദിവസമായി ഞാൻ മദ്യം ഉപയോഗിച്ചിട്ട് 32 ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഞാൻ പോയിരുന്നു. പല ഇഞ്ചക്ഷനുകൾ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. ഈ ഇരിക്കുന്ന എൻ്റെ ഭാര്യ ഗിരിജയ്ക്ക് ഭർത്താവുണ്ടായിരുന്നില്ല, എൻ്റെ മക്കൾക്ക് പിതാവുണ്ടായിരുന്നില്ല. ഇന്ന് 108ാമത്തെ ദിവസവും മദ്യം കയ്യിൽ തൊടാതെ പൂർണ്ണമായും മദ്യപാനിയായിരുന്നു ഞാൻ നിൽക്കുമ്പോൾ എന്നെ മാറ്റിയത് ഖുർആനാണ് എന്നയാൾ പറയുന്ന വാചകത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. മന്നഹിയ വാഹിദൻ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. നിങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ഭൂമിയിലുള്ളവരെ മുഴുവൻ ജീവിപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്യവസ്ഥാപിതമായ സംരംഭങ്ങളിലൂടെ നമ്മുടെ ദഅവ ഇൻഷാ അല്ലാഹ് ശക്തി പ്രാപിച്ചു വരികയാണ്. 5.5 ലക്ഷം വീടുകൾ അൽഹംദുലില്ലാ നമ്മൾ പൂർത്തിയാക്കി. വെറും 60 മണിക്കൂർ കൊണ്ട് 6 മാസം 7 മാസം എടുത്തിട്ടുണ്ടെങ്കിലും 6 മാസത്തിലെ എല്ലാ രാത്രിയും പകലും ചെലവിട്ടിട്ടല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ മെമ്പറെയും ഉപയോഗപ്പെടുത്തിയും ഇടപെടുത്തിയും ഈ ദഅവ അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന വ്യക്തമായ വിശ്വാസം നമുക്കുണ്ട്. നമുക്കിടയിലെ എന്തെങ്കിലും അന്തഛിദ്രതകൾ വന്ന് ഇത്തരം ദഅവാ സംരംഭങ്ങൾ തകർന്നു പോകുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചില ദൗത്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസം റിയാദിൽ ഒരു പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് വന്ന് കയ്യൊന്നു. അദ്ദേഹത്തിന് എങ്ങനെയോ നമ്മളെ പരിചയമുണ്ട്. 2 വർഷമായി അദ്ദേഹം അവിടെ വന്നിട്ട്. ഇവിടെ ഒരു ഇസ്ലാഹി സെൻ്റർ ഉണ്ടെന്നും ഇവിടെ ക്ലാസ് ഉണ്ടെന്നും വരെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനത്തെ ആയിരങ്ങൾ ഈ പരിസരങ്ങളിലൊക്കെയുണ്ട്. കേരളത്തിൽ എന്നല്ല, ലോകത്ത് തന്നെ ഏറ്റവും വൈജ്ഞാനികമായ സദസ്സുകൾ ലഭിക്കുന്ന ഈ പള്ളിയുടെയും ഈ ഈ സെൻ്ററിൻ്റെയും ഒക്കെ പരിസരത്ത് ജീവിച്ചിട്ടും അതറിയാത്ത ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മൾ കയറി ചെല്ലണം. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ, ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ, അതിൻ്റെ ഡിസ്കും കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെല്ലണം. ജുബൈലിലെ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവർ ഗ്രൂപ്പ് തിരിച്ച് പദ്ധതി ഉണ്ടാക്കി എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്റ്റെപ്പുകളും അവർ അൽഹംദുലില്ലാ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വർക്ക്ഷോപ്പിൽ അവർ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ശേഷം ശൂറകളുണ്ടായി, ചർച്ചകളുണ്ടായി, വളരെ വിശദമായ പദ്ധതി അവരുണ്ടാക്കി. റിയാദിലെ നമ്മുടെ സുഹൃത്തുക്കൾ വ്യവസ്ഥാപിതമായ പദ്ധതി ഉണ്ടാക്കി. അവർ പോകേണ്ട സ്ഥലങ്ങൾ മാപ്പ് ചെയ്തു. മുസ്ലിം മലയാളികൾക്ക് മാത്രമല്ല, ഭാഷകളുടെ പരിമിതി ഇല്ലാത്ത ദഅവ. മുസ്ലിങ്ങളെ മലയാളികളെ കണ്ടാൽ നമുക്ക് വേറെയും കുറച്ചും കൂടി അജണ്ട ഉണ്ടാകും. മദ്രസ, QHLC, പള്ളി, ഖുതുബ, ഇതൊക്കെ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്താം, അവരെ കൊണ്ടുവരാം. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ രംഗത്തൊക്കെ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ചില കഴിവുകളുണ്ട്. ഖുർആൻ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ ഫലാ തൻസ നസീബക മിനദ് ദുനിയ. നിനക്കൊരു കഴിവുണ്ട്. അതിൽപ്പോൾ സംസാര വൈഭവമായിരിക്കും, നിന്റെ സമ്പത്ത് കൊടുക്കലായിരിക്കും, വേറെ ചിലപ്പോൾ നിനക്ക് നിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തലായിരിക്കും, വേറെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കലായിരിക്കും,
നിനക്കുള്ള കഴിവ് നീ ദാറുൽ ആഖിറത്തിന് വേണ്ടി ചെലവാക്കുക. നീ നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ദാവ വോയിസ് നമ്മുടെ സുഹൃത്തുക്കൾ, എഞ്ചിനീയറിംഗ് രംഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. എത്ര പുണ്യങ്ങൾ ലഭിക്കുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം സംരംഭങ്ങൾ. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു ഓഹരി സുഹൃത്തുക്കളെ കൊടുക്കുക. ഇസ്ലാം ലോകത്ത് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഇസ്ലാം ലോകത്ത് ഏറ്റവും ഫാസ്റ്റ് ഗോയിങ് റിലീജിയൻ, ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്ന മതമാണ്. അത് കേരളത്തിലെ ഊടുവഴികളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ ഊടുവഴികളിലൂടെ ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്രവർത്തകർ, അവർക്ക് വേറൊന്നും അറിയില്ല. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരെയും അവരെ തെറ്റായ വാചകങ്ങളിൽ പേര് വിളിക്കുന്നവരെയും അവരുടെ മറുപടി ഒക്കെ നമ്മൾ പ്രവർത്തകർ മറന്നു. കിട്ടണ പൈസ കൊണ്ട് എങ്ങനെ 10 CD വാങ്ങാം എന്നുള്ളിടത്താണ് ഓരോരുത്തരും ഉള്ളത്. സ്വന്തം ഭാര്യയുടെ ബാഗിലെ ആ സിബ് തുറന്ന് അതിൽ നിന്ന് 10 രൂപയെടുത്ത് 2 പുസ്തകത്തിൻ്റെ പൈസയായി എന്നു പറയുന്ന മാനസികാവസ്ഥയിലും രീതിയിലുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം സംവിധാനങ്ങൾക്ക് നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും സാമ്പത്തികമായി അല്ലാത്ത നിലക്ക് ഏത് രീതിയിലും നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ സപ്പോർട്ടിങ്ങിനുള്ള ലക്ഷ്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ക്രമീകരണങ്ങളിൽ വരുമ്പോൾ ആ ക്രമീകരണങ്ങളിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഒരു റോള് നിർവഹിക്കാനുള്ള സമയം കണ്ടെത്തുക. പിന്നെ നമുക്കിനിയും കാത്തിരിക്കാൻ ഒരുപാട് നേരമില്ല. ജീവിതം അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല സുഹൃത്തുക്കളെ. ദമാമിലെ ദേശീയ പാതയിൽ ഒരു വാഹനത്തിൻ്റെ ചക്രത്തിൻ്റെ അടിയിൽ കിടന്ന് പിടയുന്ന നേരത്താകരുത് നമ്മുടെ തിരുത്തും നമ്മുടെ പശ്ചാത്താപവും വരുന്നത്, അല്ലേ? അവസാനം ഏതെങ്കിലും ഒരു മോർച്ചറിയിൽ ആരെന്നറിയാത്ത മേനിക്ക് താഴെ അൺനോൺ ഇന്ത്യൻ എന്നെഴുതപ്പെടുന്ന ദുരന്തങ്ങളുടെ അവസരത്തിലാകരുത് നമ്മുടെ കാര്യങ്ങൾ. നമ്മുടേതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം ദമാം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്, കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ കൗണ്ടറിൽ നിന്ന് ചോക്ലേറ്റും കളിപ്പാട്ടവും ഒക്കെ വാങ്ങി കുടുംബത്തിന്റെ കൂടെ ഉല്ലാസത്തോടു കൂടെ പോയ നമ്മൾ ഒരു പക്ഷേ സീറ്റിലിരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല. ഒരു ഫ്രീസറിൽ തണുത്തുറഞ്ഞ് നമ്മുടെ മേനി, നമ്മുടെ കുടുംബം കൊണ്ടുപോകുന്ന, അതിൻ്റെ പിന്നാലെ തലകുനിച്ചു വരുന്ന അവസ്ഥയായിരിക്കും സഹോദരി നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് ഭർത്താക്കന്മാരെ കുറച്ച് ഫ്രീ ആക്കുക. അവർ പോകട്ടെ. അവർ വൈകി വരുമ്പോൾ അവരെ വിമർശിക്കാതിരിക്കുക, അവർക്ക് സപ്പോർട്ടുകൾ കൊടുക്കുക. സഹോദരിമാര് സാധ്യമാകുന്ന രീതിയിൽ തൊട്ടടുത്ത വീട്ടിലെ സഹോദരിയെ പരിചയപ്പെടുക. ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്തവരോട് സ്നേഹപൂർവ്വം സംസാരിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹുവിൻ്റെ പിന്തുണ നമുക്കുണ്ടാകും. നമുക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്യാമ്പുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ട 5 ദിവസത്തെ ക്യാമ്പ്. ആ ക്യാമ്പിൽ നിങ്ങളുടെയൊക്കെ മക്കളെ എത്തിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഇന്നത്തെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു പ്രണയ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി സംസാരിക്കേണ്ടി വന്നൊരു ഘട്ടത്തിൽ ആ കുട്ടിനോട് പറഞ്ഞു, മോളെ കല്യാണമൊക്കെ കഴിക്കാം, പക്ഷേ നിന്റെ കല്യാണം കഴിഞ്ഞ് നീ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോണതിൻ്റെ മുമ്പ് നിന്റെ ഉമ്മൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിൻ്റെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ, അങ്ങനെ ആയാലും വേണ്ടില്ല, എനിക്ക് അയാളെ മറക്കാൻ കഴിയില്ല എന്നാണ്. അവിടെയാണ് നമ്മുടെ കുട്ടികളുള്ളത്. അതുകൊണ്ട് ഗൗരവപൂർവ്വം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക് പ്രവാസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വപ്നങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കുക. എന്നിട്ട് വീട്ടിലേക്കും കുടുംബത്തിലേക്കും മടങ്ങുന്ന അവസ്ഥയുണ്ടാവുക. നല്ല താടിയും തഹജ്ജുദും എല്ലാം ഉണ്ടെങ്കിലും മാതാപിതാക്കളോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മളയക്കുന്ന ദീനാറിനേക്കാളും ദിർഹമിനേക്കാളും അവർക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ അയച്ചു കൊടുത്ത നല്ല AC-യെക്കാളും ഫാനിനേക്കാളും അവർക്ക് വിലപ്പെട്ടതാണ്. ചുരുണ്ടുകൂടി അവരുടെ ചർമ്മത്തിൽ തടവി ഉമ്മച്ചേ വിഷമൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം. അവരുടെ അരികിലിരുന്ന് അവർക്ക് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്ന ഗുളിക, അവരെ കൈപ്പിടിച്ച് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുന്നത്, കുരുവിയുടെയും കിളിയുടെയും കിളിനാഥങ്ങൾ കേട്ട് ആനന്ദിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് മാതാപിതാക്കളുമായി സംസാരിക്കാൻ, ഭാര്യമക്കളുമായി സംസാരിക്കാൻ, മക്കളുടെ ദീനിയായ വളർച്ചയിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തും. കേരളത്തിൽ ലോകത്തു തന്നെ ഏറ്റവും ശക്തമായ വിചാരണ നേരിടേണ്ട ഒരു സമൂഹമായിരിക്കും ഈ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു മുഖപ്രശംസയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ചില വാക്കുകൾ ഞാൻ ബോധപൂർവം പിൻവലിക്കുന്നു. എന്താണെന്നറിയോ? ദീൻ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്കുള്ളതുപോലത്തെ അവസ്ഥ വേറെ ആർക്കില്ല. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ അന്നൂർ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, വേറെയുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് കാത്തിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട്
ഇത്തരം അവസരങ്ങളെ നമ്മുടെ ക്ഷീണം കൊണ്ടും മടി കൊണ്ടും അലസത കൊണ്ടും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്കുള്ള തിരിച്ചറിവിലേക്കുള്ള പുതിയ യാത്രയ്ക്ക് കരുത്തു പകരാൻ ഈ ക്യാമ്പയിനിൻ്റെ സമാപന സമ്മേളനം കാരണമാകട്ടെ. ഈ സമാപനം പുതിയ പദ്ധതികളുടെ സമാരംഭമാണ്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മളിവിടെ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിലൂടെ പുതിയ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. ആ പദ്ധതിയുടെ ലോഞ്ചിങ് ആണ് ഇനി അടുത്തതുണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ, ബാക്കിയുള്ള ദാവാ പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ പങ്കാളിയാകുക. എന്തിനൊരു കൂട്ടായ്മൻ്റെ പിന്നിൽ പങ്കാളിയാകുന്നത്? നിങ്ങൾ മരിച്ചാൽ ഒരു മെസ്സേജ് പോകണം, അവർ ആക്റ്റീവ് വർക്കർ ഡാഷ് പാസ്ഡ് അവേ. അത് ലോകത്തെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അത് പാസ് ചെയ്യപ്പെട്ട് നിറഞ്ഞ കണ്ണുകളോട് കൂടെ ജനാസ നിസ്കരിക്കുന്ന കുറെ മനുഷ്യരെ കിട്ടുന്നുവെന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ്. അത് മനസ്സിലാക്കി കൂട്ടായ്മയുടെ കൂടെ നിന്ന് ശക്തമായി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ തിരുത്തി കൂടുതൽ ശക്തമായി ജീവിതത്തെ നട്ടുപിടിപ്പിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കുകാലുകളെ അടിച്ചുടക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സുരക്ഷിതത്വത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹറമുകളെ നയിക്കുന്ന ഭരണാധികാരികൾക്ക് അള്ളാഹു ദീർഘായുസ്സിനെയും ശക്തമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരുത്തുറ്റ തെറ്റുപറ്റാത്ത നേതൃത്വത്തെയും തീരുമാനങ്ങളെയും അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്ലാമിക ചേരികൾക്കെതിരെയുള്ള എല്ലാ മുന്നേറ്റങ്ങളെയും അള്ളാഹു തകർത്ത് തരിപ്പിണമാക്കുമാറാകട്ടെ. ഇസ്ലാമിക ദഅവക്ക് നാട്ടിലും മറുനാട്ടിലുമൊക്കെ പുതിയ വഴികൾ അല്ലാഹു തെളിയിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക്, സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അല്ലാഹു ഇഖ്ലാസിനെയും റിയാ ഇല്ലാത്ത മനസ്സിനെയും ശക്തമായ ചിന്തയെയും നേതൃപാടവത്തെയും ഒക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.